We all have a dirty yesterday. ചേട്ടൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. രമ്യ, എൻ്റെ കയ്യിൽ 2000 രൂപ പോലും എടുക്കാനുണ്ടായിരുന്നില്ല. നടന്നു പോകാൻ നേരത്ത് അവിടെ ഭിക്ഷക്കാരിപ്പുണ്ട്. അമ്മ വല്ലതും തരണേ. അവനെക്കാട്ടിയും കഷ്ടമായിരുന്നു എൻ്റെ ജീവിതം. ഞാൻ നിന്നിരുന്ന അവസ്ഥകളൊക്കെ വളരെ മോശം. കാരണം അന്ന് നമ്മളെ ഉപദ്രവിക്കുക, ചോറിനകത്ത് കറി രണ്ടാമത് ചോദിച്ചാൽ അടിക്കും. അപ്പൊ ഞാൻ അതിനകത്ത് ഉപ്പിട്ട് വാരി തിന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ട്രോമയുണ്ടല്ലോ. അപ്പൊ പലരും അച്ചീവ് ചെയ്യുന്നത് കുട്ടിക്കാലത്ത് കിട്ടാതെ പോയതും ഇല്ലാതെ പോയതുമായിട്ടുള്ള കാര്യമാണ്. ദ മൊമെന്റ് മൈ വാലറ്റ് ഗോട്ട് ഫിൽഡ്, ദ ഫസ്റ്റ് തിങ് വാസ് ദാറ്റ് ഐ വാണ്ട് ടു ഡൈൻ ലൈക്ക് എ കിങ് ആൻഡ് ടുഡേ ഐ ആം. എന്നെ ഞാനാക്കിയത് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ എന്നെ വളർത്തിയത് എൻ്റെ ശത്രുക്കളാണ്. ഞാൻ ഒരു കുക്കറി ഷോ കാണിച്ചിട്ട് വന്നവനല്ല. ക്വീൻ എലിസബത്ത് കേരളത്തിൽ വന്നപ്പോൾ ക്വീൻ എലിസബത്തിന് ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്ത് ഷേക്ക് ഹാൻഡ് വാങ്ങിച്ച ഇന്ത്യയിലെ ഒരേ ഒരു ഷെഫാണ്. എന്റെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വന്ന് നിൽക്കുക. ഇന്നും എന്നെ കളിയാക്കുന്നത് ചായക്കകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കണം. സോ വാട്ട്, എൻഡ് ഓഫ് ദ ഡേ യു ഗൂഗിൾ മീ ടുഡേ യു വിൽ നോ ഹു ഐ ആം. ഐ ഹാവ് ഇന്റർനാഷണലി ആൻഡ് നാഷണലി പ്ലേസ്ഡ് മൈ സിഗ്നേച്ചർ. ഒരു എള്ളുണ്ട വെച്ചിട്ടാണ് ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എള്ളുണ്ട. ജോഷി സാറായാലും ഇന്നലെ മമ്മൂക്കയായാലും ഞാൻ എള്ളാണ് കൊടുക്കുന്നത്. റെഫറൻസ് ആയിട്ട് എടുത്ത് കൂടെ വാ. നീ എന്നെ ചീത്ത വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഗുണമോ? എടാ, ഞാൻ ഒന്നുമില്ലെങ്കിലും എനിക്ക് ഭക്ഷണമെങ്കിലും ഉണ്ടായി തരും. ഞാൻ മരിക്കുന്ന ദിവസം ഒന്നുമില്ലെങ്കിലും 10 വീട്ടമ്മ ആരെങ്കിലും കരി. കാരണം ഒരു മകന്റെ സ്ഥാനം ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. യെസ്, ബിഹൈൻഡ് ദി സക്സസിൽ ഇന്ന് എന്നോടൊപ്പം ഷെഫ് നളൻ. നമസ്കാരം. യെസ് നളൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? അടിപൊളി. സാധാരണ നളൻ ചേട്ടൻ ഇന്റർവ്യൂവിൽ വരുമ്പോ എപ്പോഴും നളൻ ചേട്ടന്റെ ഒരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, യൂണിഫോം ഉണ്ട്. ആൾക്കാർ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയും, ഷെഫ് കോസ്റ്റ്യൂമിൽ വരണോന്ന് പറയും. എനിക്കും ആഗ്രഹം ഉണ്ടല്ലോ എന്നെ അതിൽ തന്നെ കാണണം. അല്ല, എന്നെ ഇത് കണക്കത്തെ വേഷങ്ങളിലൊക്കെ കാണണോന്ന്. അപ്പം എന്നെ ഇപ്പൊ ടാറ്റ എന്നൊക്കെ വിളിക്കാൻ പറയും. നീ ആ വേഷത്തിൽ തന്നെ വരണേ. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഷെഫ് നളൻ എന്ന് പറയുമ്പോ ചേട്ടന്റെ തന്നെ പേരെഴുതി സ്റ്റാമ്പ് ചെയ്ത പോലത്തെ അതിലല്ലേ നമ്മൾ എപ്പോഴും കാണുന്നത്. ഇന്നാണ് വേറിട്ടൊരു ഫേസിലൂടെ നമ്മൾ കാണുന്നത്. ഫുൾ ക്രെഡിറ്റ് രമ്യക്കാണ്. രമ്യ സജസ്റ്റ് ചെയ്തോ. ചേട്ടനെ ഇന്ന് ഞങ്ങളെ യൂണിഫോം വിടിയിപ്പിച്ചില്ല, അത്രേ ഉള്ളൂ. ചേട്ടൻ എനിക്കറിയാം, ചേട്ടൻ വെളിനാട്ടില് പുറത്താണ് ചേട്ടൻ വർക്ക് ചെയ്തിരുന്നതും. ചേട്ടന്റെ ലൈഫ് ഫുൾ പഠിച്ചു വളർന്നതെല്ലാം അങ്ങ് അവിടെയാണ്. അവിടെ നിന്നിരുന്ന ഒരു നളൻ, അന്ന് ഷെഫ് നളൻ അല്ല, നളൻ എന്ന് പറയുന്ന വ്യക്തി, ഈ അതെ നളൻ ഷൈൻ എന്നുള്ളതിന്റെ അതാണല്ലോ അവിടുത്തെ ഒരു പേരില്. അങ്ങനെ നിന്നൊരു ഷൈൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എപ്പോഴാണ് ഭക്ഷണത്തിന് ഇങ്ങനത്തെ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടെന്നും അത് കഴിക്കേണ്ട രീതിയും ഇതൊക്കെ ചേട്ടൻ എത്രയോ ലേറ്റ് ആയിട്ടായിരിക്കണം ഒരുപക്ഷെ റിയലൈസ് ചെയ്തിട്ടുണ്ടാവുക? ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിവസ്റ്റേറ്റഡ് ആണ്. സോ ദർ ഇസ് നത്തിങ് മെമ്മറീസ്. ബിക്കോസ് എൻ്റെ അച്ഛൻ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ മാനേജറായിരുന്നു, അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായിരുന്നു, ഗൾഫിലായിരുന്നു, എല്ലാം നൈസ്. പക്ഷേ ഞാൻ നിന്നിരുന്ന അവസ്ഥകളൊക്കെ വളരെ മോശം. കാരണം അന്ന് ഈ ഓട്ടിച്ചിട്ട് അടിക്കുക, നമ്മളെ ഉപദ്രവിക്കുക, ഇതൊക്കെ അന്ന് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നൊരു സംഭവം. അപ്പം ഞാൻ ഐ വാസ് ഇൻ എ പ്ലേസ് ലൈക്ക് എ ബോർഡിങ് ലൈക്ക് പ്ലേസ്. അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്നത് ഫുഡിന് വേണ്ടിയാണ്. ബിക്കോസ് ഐ വാസ് നോട്ട് ട്രീറ്റഡ് വെൽ, ലിറ്ററലി നോട്ട് വെൽ. അപ്പോൾ എനിക്ക് ചോറിനകത്ത് കറി രണ്ടാമത് ചോദിച്ചാൽ അടിക്കും. അപ്പം ഞാൻ അതിനകത്ത് ഉപ്പിട്ട് വാരി തിന്നിട്ടുണ്ട്, ചോറ് ഉപ്പും കൂടെ. അപ്പം എനിക്ക് അതും ഒരു ടേസ്റ്റാണ്. അതൊക്കെ ഒരു ലക്ഷറിയസ് ടേസ്റ്റായിട്ട് കഴിച്ച് വളർന്നു വന്നത്. അപ്പം നമുക്ക് പരാതി പറയാൻ പറ്റില്ല, നമുക്ക് പരിഭവങ്ങൾ പറയാം. നമുക്കന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. ഇപ്പോൾ അച്ഛനും അമ്മയും വിളിക്കാനായിട്ട് അന്ന് വീടുകളിൽ ഫോണില്ല. പിന്നെ നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് ബാക്കിൽ നിൽക്കുക. അപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് 2 മാസത്തെ വെക്കേഷൻ വരും. വെക്കേഷന് പോകാൻ നേരത്ത് നമ്മൾ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നല്ലൊരു ഡ്രസ്സ് ഇട്ട് തരുന്നത്. അതുവരെ നമുക്ക് കീറി പറഞ്ഞതൊക്കെ ആയിരിക്കും. നമുക്ക് ഒരു പാൻറ്റിൻ്റെ തുണി കൊടുത്തു കഴിഞ്ഞാൽ 2 നിക്കർ തേച്ച് തരുന്ന ടീമുകളാണ്. അപ്പം നമുക്കത് അന്ന് അറിയില്ല, നമുക്ക് അടി കിട്ടും. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് പറയും തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള, അവിടെ ചെന്ന് തന്തയും തള്ളയെടുത്ത് വിളമ്പിയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പേടിയായി. അപ്പോൾ അമ്മ ചോദിക്കും എങ്ങനെ ഉണ്ടാ മോനെ, ഒന്നുമില്ല കുഴപ്പമില്ല. അപ്പോൾ ആ സമയത്ത് ഗൾഫിലെ ഡ്രീം എന്ന് പറയുന്നത് ബ്രെഡും ജാമും ആണ്. ഇന്ന് ഞാൻ കഴിക്കത്തില്ല, പക്ഷെ വൺസ് അപ്പോൺ എ ടൈം. ഇപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് നമ്മളന്ന് പറമ്പിലൊക്കെയാണ് പോകുന്നത്. അന്ന് നമുക്ക് ടോയ്ലറ്റ്സ് ഒന്നും അല്ലല്ലോ, നമ്മൾ വീട്ടിൽ കുട്ടി. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയൊക്കെ പറമ്പിൽ പോയി ഇരുന്ന് കളിക്കുന്നതൊക്കെ സമയത്ത് ഞങ്ങൾ പറയും, ഓഹ് നമ്മൾ ഗൾഫിൽ പോയി ബ്രെഡും ജാമും തിന്നാതെ. അപ്പം ഇന്നും എനിക്ക് ആ ബ്രെഡിൻ്റെ മണം എൻ്റെ മൂക്കിൻ്റെ അറ്റത്തൂടെ പോകുമ്പം എനിക്ക് ആ മെമ്മറീസാണ്. സോ ഐ വിൽ ഹോൾഡ് ഇറ്റ്. ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു സേ ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ബ്രെഡ്. ഇന്നും ഞാൻ അത് എൻജോയ് ചെയ്യുന്നത് ആ നൊസ്റ്റാൾജിയയിലാണ്. അപ്പോൾ സോ നമുക്ക് എല്ലാവർക്കും ട്രോമയുണ്ടല്ലോ. അപ്പോൾ പലരും അച്ചീവ് ചെയ്യുന്നത് കുട്ടിക്കാലത്ത് കിട്ടാതെ പോയതും ഇല്ലാതെ പോയതുമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെ അച്ചീവ്മെൻറ്റ് സ്റ്റോറീസ് എടുത്ത് നോക്കിക്കാനും ഇറ്റ് വാസ് എ ചാലഞ്ച്. കാറില്ലാത്തവൻ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റ് വാങ്ങിക്കണം,
വീടില്ലാത്തവൻ്റെ ആഗ്രഹമായിരുന്നു ബംഗ്ലാവ് വെക്കണം. എനിക്ക് ആഹാരമില്ലായിരുന്നു. പിന്നെ മാത്രമല്ല, എൻ്റെ അമ്മ ഗൾഫിലുള്ള സമയത്ത് ഞാൻ നാട്ടിലായിരിക്കും, ഞാൻ നാട്ടിലുള്ള സമയത്ത് ഞാൻ ഗൾഫിലുള്ള സമയത്ത് അമ്മ നാട്ടിൽ വരും. അപ്പോൾ എൻ്റെ അച്ഛന് അടുക്കളയിൽ കയറി ഒരു ചായ ഇടാൻ പോലും അറിയില്ല, ചെയ്യത്തതുമില്ല, അമ്മ ചെയ്യിപ്പിച്ചിട്ടുമില്ല. പഴയ സ്കൂളല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിക്കണം. നമുക്ക് പ്രായം 15 വയസ്സ് 14 വയസ്സ് കഴിക്കുന്ന പ്രായമല്ലേ. അപ്പോൾ ഞാൻ കഴിക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ അന്ന് അച്ഛൻ കൂടെ ജോലി ചെയ്യുന്ന കുക്ക് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെ വീക്കെൻഡ്സിന് കൊണ്ടുവന്നിട്ട് ഒരാഴ്ചത്തേക്ക് കുക്ക് ചെയ്യും. എന്നിട്ട് ഇത് ഫ്രിഡ്ജ് വെച്ച് ചൂടാക്കി തിന്നവനാണ് ഞാൻ. അപ്പോൾ ഇത് അച്ഛൻ രാവിലെ ചോറ് വെച്ചിട്ട് ഞാൻ വന്നിട്ട് കറി ചൂടാക്കണം. അപ്പം ഇതെല്ലാം എൻ്റെ മനസ്സിനകത്തൊരു ട്രോമയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ല ഡ്രീം അല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വോണ്ട് ടു ഡൈൻ ലൈക്ക് എ കിങ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ടാഗ് ലൈൻ. ദ മൊമെൻറ്റ് മൈ വാലറ്റ് ഗോട്ട് ഫിൽഡ്, ദ ഫസ്റ്റ് തിങ് വാസ് that I want to dine like a king. And today I am. I'm the most blessed man in this universe. Why? ഇറ്റാലിയൻ ഷെഫിൽ നിന്നും ഇറ്റലി ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ചൈനയിൽ ഞാൻ 5 years ഉണ്ടായിരുന്നു. ചൈനയിൽ നിന്ന് ചൈനീസ് ഫുഡ്, മെക്സിക്കോയിൽ നിന്ന് മെക്സിക്കൻ ഫുഡ്, പോളണ്ടിൽ നിന്ന് പോളിഷ്, ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലീഷ്, ലെബനീസ്. അങ്ങനെ ഓരോ ഷെഫുമാരുടെയും ആ ഡെലിക്കസീസ് അവരുടെ കൈകൊണ്ട് കഴിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. കുഡ് ബി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടും ആവാം അല്ലേ. നമ്മൾ ആ കുട്ടിക്കാലത്തിരുന്ന് ഭക്ഷണത്തിനെ മാത്രമാണ് ഉറ്റു നോക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോറ് പൊതി ടിഫിൻ ബോക്സസ് കൊണ്ടുവരുന്ന സമയത്ത് അത് തുറക്കുമ്പം ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ്. പിന്നെ തലേന്ന് നമുക്ക് 2 ചിക്കൻ ഫ്രൈ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഫ്രൈ തിന്നിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോയി ഷോ കാണിക്കാൻ വേണ്ടി ഞാൻ ആ ഫ്രൈ മാറ്റി വെച്ചിട്ട് രാവിലെ എടുത്ത് എൻ്റെ ടിഫിൻ ബോക്സിൽ വെച്ചുകൊണ്ട് പോയിട്ടുള്ളത്. So nothing was easy. See, today maybe I'm a glorified person, but end of the day, we all have a dirty yesterday or a very sad yesterday, a devastated yesterday. But it is okay. But കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മകനോട് ഞാൻ പറഞ്ഞപ്പോൾ he told me അതുകൊണ്ടല്ലേ ഷെഫ് നളൻ ഉണ്ടായത്. So it is true. So ഞാൻ ഗൾഫിൽ എനിക്ക് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലായിരുന്നു. I was living like a king itself. നിങ്ങൾ ദുബായിൽ ആരും അന്വേഷിച്ചാലും പറയും. സോ ബട്ട് എൻ്റെ ചില തീരുമാനങ്ങൾ ചില വ്യക്തിത്വങ്ങളോടുള്ള അമിതമായ സ്നേഹം ഒന്നും പാടില്ലായിരുന്നു. അപ്പം ഞാൻ പഠിച്ചൊരു വലിയ പാഠം ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. രമ്യയ്ക്ക് ദൈവം ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് രമ്യയ്ക്ക് തന്നിരിക്കുന്നതാണ്. അത് വെച്ച് ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അതല്ലാണ്ട് വേറൊരുത്തൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുമ്പോൾ അതൊരു പക്ഷേ രമ്യയുടെ ജീവിതത്തിനെ ബാധിക്കാനുള്ള പോസിബിലിറ്റീസ് കൂടുതലായിരിക്കാം. ഞാൻ ഇന്ന് പഠിച്ചൊരു കാര്യം, ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്തൊന്ന് വിശക്കുന്നെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ഭക്ഷണം കൊടുക്കുക, പോവുക. അതല്ലാണ്ട് നീ എൻ്റെ കൂടെ ജോലിക്ക് വരുന്നു, ഞാൻ നിനക്ക് ശമ്പളം തരാം, ആ പരിപാടിയൊന്നും. കാരണം അവനെ ദൈവം ആ സിറ്റുവേഷനിൽ നിർത്തിയേക്കുന്നത് അവൻ സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോയിക്കോട്ടെ. ഞാൻ എൻ്റെ പ്രത്യേകിച്ചും നമ്മളുടെ സൗഹൃദത്തിലോ സുഹൃബന്ധത്തിലോ സഹോദരി ബന്ധത്തിലോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എൻ്റെ കാഴ്ച, എൻ്റെ ഒരു സുഹൃത്ത്, ഞാനിപ്പം കേട്ടോ, അരുൺ കോശി എന്നാ പേര്, സ്പെൻസർ ഇൻറ്റീരിയേഴ്സിലുണ്ടായിരുന്നു. അവ എൻ്റെ അടുത്ത് പ്രത്യേകം പറയടാ, നമ്മളെ സ്ഥാപനത്തിൽ ഒരിക്കലും നമ്മളെ കുടുംബത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ഉള്ള ആൾക്കാരെ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കാം നല്ലത്. കാരണം അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ചേട്ടനായിരിക്കാം, അണ്ണനായിരിക്കാം, എന്തുമായിരിക്കാം, ഒരു ഈഗോ ഉണ്ടാവാം അല്ലേ, അതൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരുടെ തെറ്റല്ല, ഇതൊക്കെ എൻ്റെ മിസ്റ്റേക്കാണ്. എന്നാണോ ഞാൻ എന്നെ ഫോക്കസ് ചെയ്ത് എന്നെ ക്ലിനിക്കലി അത് മനസ്സിലാക്കി പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി, അന്നുകൊണ്ട് എൻ്റെ ലൈഫ് ബെറ്ററായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്, നമുക്കതൊരു വിഷയമല്ല. ഇനി ഞങ്ങൾക്കൊരു ഡിഷ് ചേട്ടൻ കംപ്ലീറ്റ് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഉണ്ടാക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു വെക്കാം, അവരെ ഞങ്ങൾക്ക് കയ്യിലെടുക്കണം, എനിക്ക് കയ്യിലെടുക്കണം. അപ്പൊ ഞാൻ ഉണ്ടാക്കേണ്ട ഒരു ഐറ്റം പറഞ്ഞു തരുന്നത് പാൽക്കറി ചെയ്യുക. അത് ഞെട്ടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ പ്രോസസ്സും പറയണം കേട്ടോ. ജസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ, നല്ല ഈ വെളിച്ചെണ്ണ നമ്മൾ വാങ്ങിക്കുമ്പോൾ കഴിവതും പാക്കറ്റ് എണ്ണ വാങ്ങിക്കാതിരിക്കും. വെളിച്ചെണ്ണ കഴിവതും ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ നമുക്ക് പരിചയമാണ്. വെളിച്ചെണ്ണ കാരണം അടിസ്ഥാനപരമായി നമ്മളുടെ ഫുഡ് പണ്ട് അടിപൊളി ആയിരുന്നെങ്കിൽ അത് എണ്ണ കൊണ്ട് മാത്രമാണ് ഫസ്റ്റ്. വെളിച്ചെണ്ണ പൊളിയാണെങ്കിൽ ബാക്കി മലയാളികളുടെ ഡിഷെല്ലാം അടി സൂപ്പറായിരിക്കും. അപ്പം ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം നല്ല ചെറിയ ഉള്ളി ഒന്നെങ്കിൽ ചതക്കുക, 100 ഗ്രാമോളം ചതക്കി കിരിന്ന് അരിഞ്ഞിട്ട് അത് സോട്ട് ചെയ്യുക. അതിനുശേഷം പച്ചമുളക് കീറിയിടുക, കരിവേപ്പില ഇടുക,
നമുക്കിതിനകത്ത് ബേസിക്കലി വെളുത്തുള്ളി ഇല്ല, ഉം. ഇഞ്ചി ചതച്ചിടുക, ഉം. ചതച്ച് നന്നായിട്ട് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി അരിഞ്ഞിടുക, സോട്ട് ചെയ്യുക, നല്ല റോസ്റ്റഡ് ആവും, വെളിച്ചെണ്ണ തെളിഞ്ഞ് തന്നെ നിൽക്കും. ഉം. നിങ്ങൾ ഇതിന് ആവശ്യം കഴിക്കുന്നുണ്ട്, ഇത് ഒരു ചട്ടി കറി തിന്നുന്നില്ലല്ലോ, പറയും എണ്ണ വേണമെങ്കിൽ തിന്നാൽ മതി. പിന്നെ സോട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് പുളി വെള്ളം ഒഴിക്കുക, പുളിവെള്ളം, ഉം. പുളി നല്ല പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിക്കുക. ഇത് തിളച്ച് വരുന്ന സമയത്ത് നല്ല പച്ച മീൻ, കുറച്ച് വെള്ളവും ചേർത്ത് പച്ച മീൻ കട്ട് ചെയ്തിടുക. ഈ പുളിക്കകത്ത് ഇത് തിളയ്ക്കും. ഉം. തിളച്ച് നല്ല 1-ാം പാലും 2-ാം പാലും വെച്ചേക്കുക. ഒന്ന് തിളച്ച് നമ്മൾ ഈ ഫസ്റ്റ് 2-ാം പാൽ ഒഴിക്കുക, ഉം. സോൾട്ട് ചെക്ക് ചെയ്യുക, അതിനകത്ത് ഉലുവയെല്ലാം ഒന്നുമില്ല, മഞ്ഞപ്പൊടി ഒന്നുമില്ല. എന്നിട്ട് അതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, മീൻ ഉടയരുത്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആ ഫസ്റ്റ് പാൽ ഒഴിക്കുക, ഒന്നും കൂടെ തിളയ്ക്കുക, ഓഫ് ചെയ്യുക. ആ ഫിഷ് കുക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊങ്ങും, ഉം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് അടച്ചു വെച്ചേക്ക്. മേളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ആരും കയ്യിലെടുക്കാം. അതെ, അല്ലേ? 100%. ട്രൈ ചെയ്ത് നോക്കട്ടെ. കരിവേപ്പിലയും ഈ പറഞ്ഞ വെളിച്ചെണ്ണയും ഉം. ഈ പറയുന്ന ഇഞ്ചിയും എല്ലാം മാത്രമേ ഉള്ളൂ അതിനകത്ത്, തക്കാളിയും ഈ പുളിയും. ചേട്ടൻ ഇപ്പം ഓരോ കാര്യങ്ങൾ കുക്ക് ചെയ്യുമ്പോഴേക്ക് അപ്പൊ ചേട്ടന് ഇത്ര അധികം ഭക്ഷണം 100% ഇത്ര എന്താ പറയാ ഈ ലെവലിൽ നിന്നാ പോരാ, സൂപ്പർ ലെവലിൽ തന്നെ നിക്കണം എന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്. അത് സൂപ്പർ അല്ലേ? അങ്ങനെയല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോ കിച്ചണിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പൊ അതിനകത്ത് ഇടുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഇല്ലെന്ന് വെച്ചോ, അതില്ലേലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണെങ്കിലും നമ്മൾ സാരമില്ല, നമ്മൾ വീട്ടിലുള്ളവരൊപ്പം എന്ത് ചെയ്യും, സാരമില്ല നമുക്ക് അതില്ലേലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഉണ്ടാക്കാൻ നമ്മളല്ലേ കഴിക്കാനുള്ളൂ, പുറത്തുനിന്ന് ആരും ഇല്ലല്ലോ എന്ന് നമ്മൾ സാധാരണ ലേഡീസ് ഒക്കെ വിചാരിക്കാറുണ്ട്. ചേട്ടൻ കുക്ക് ചെയ്യുന്ന സമയത്ത്, ഉണ്ടാക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള കോംപ്രമൈസോ അഡ്ജസ്റ്റ്മെന്റിനോ ചേട്ടൻ തയ്യാറാവുമോ? ഇറ്റ് ഡിപ്പെൻസ്. ഫോർ എക്സാമ്പിൾ, ദാസേട്ടൻ പാടി വെച്ചിരിക്കുന്ന ഹരിവരാസനമാണ് ഞാൻ പാടുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഒന്നേ ചെയ്യരുത്, ഓക്കെ ഇല്ലെങ്കിൽ ദാസേട്ടന് ചീത്തപ്പേര് ഉണ്ടാക്കാത്ത രീതിയിലെങ്കിലും ഞാൻ ചെയ്യണം. ഓക്കെ അതല്ലാത്ത പക്ഷം ഞാനാണ് പാടുന്നതെന്ന് വെച്ചോ, ചേട്ടന്റെ സ്റ്റൈൽ എന്റെ സ്റ്റൈലാണ്. അതിലെനിക്ക് എന്ത് മാജിക് വേണമെങ്കിലും കാണിക്കാം. ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മീൻകറി വെക്കുമ്പോൾ ഉള്ള നമുക്ക് പുളി കിട്ടിയില്ല, നമുക്ക് പച്ചമാങ്ങ ഇല്ലെങ്കിൽ ലിംബിക്ക ഇല്ലെങ്കിൽ ചിലപ്പോൾ നാരങ്ങ നീര്, അങ്ങനെ പല തോട്ട് പ്രോസസ്സിൽ നമുക്ക് ആ പുളി കിട്ടണം, ആ നോട്ട് ഫില്ല് ചെയ്യണം. അതല്ലാത്ത പക്ഷം ഇപ്പം വല്യമ്മച്ചി ചെയ്യുന്ന തീയൽ, ചെറിയ ഉള്ളി, വഴുതണങ്ങ, അപ്പോൾ അത് തേങ്ങ, ഇത് വേണം ഉണക്ക തേങ്ങ വറുത്തത്, മുരിങ്ങക്കോലുണ്ട് അതിനകത്ത്. അപ്പം ഇത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല, ഞാൻ ചെയ്യത്തില്ല. കാരണം എനിക്ക് ഇൻജസ്റ്റിസ് ആയിട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് ഇൻ കേരളീയൻ culinary, if somebody takes a dish from me personally, അതൊരു പാൽക്കറി ആവട്ടെ, ഇപ്പം ഞാൻ പലയിടത്തും ഒരു മസാലയില്ലാണ്ട് കുണ്ട്ര കരിമീൻ പാൽക്കറി ചെയ്ത് കൊടുക്കുന്ന ഷോട്ടുകൾ കിടപ്പുണ്ട്. അത് കഴിക്കുമ്പോൾ എനിക്കറിയാം, ഒന്ന് അതെൻ്റെ വല്യമ്മച്ചിയുടെ ഡിഷാണ്, കാരണവന്മാർ കഴിച്ചിരുന്ന ഡിഷാണ്, അവർക്കൊരു പേരുദോഷം ഉണ്ടാവരുത്. നാളെ അവർ ആത്മാവ് കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ നാളെ എനിക്ക് നിങ്ങളെ പറ്റിക്കായിരിക്കും. പക്ഷേ ഈ പ്രപഞ്ചത്തിലൊരു ശക്തിയില്ലേ, അപ്പം അതുവരെ ആ കരിമീനെടുത്ത് ആ പാൽക്കറിയും അപ്പവും കൂടെ കഴിക്കുമ്പോൾ എനിക്കറിയാം അതിനകത്ത് ഉലുവയില്ല, മുളക് പൊടിയില്ല, കുരുമുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, മഞ്ഞൾപ്പൊടിയില്ല, അതല്ലേ, അത് കണ്ടു നോക്ക്. ചേട്ടൻ പൊതുവെ പറയാറുണ്ട് നമ്മൾ സ്പൈസ് ഒന്നും തന്നെ വേണ്ട, മാക്സിമം മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒത്തന്റിക് അതിന്റെ ശരിക്കുമുള്ള ഒറിജിനൽ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്പൈസ് ഒന്നും ഇല്ലാണ്ട് അത് അങ്ങനെ തന്നെ കുക്ക് ചെയ്യണം. ഏറ്റവും ലീസ്റ്റ് സ്പൈസിലേക്ക് പോകുമ്പോൾ അതിന്റെ ഫ്ലേവർ നമുക്ക് ശരിക്കും കിട്ടുമെന്ന് ചേട്ടൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ മലയാളികൾക്ക് പൊതുവെ സ്പൈസി ഭക്ഷണമാണ് ഇഷ്ടം, കുറച്ച് എരിവ് വേണം, അതൊക്കെയാണല്ലോ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ നാവിന്റെ രുചി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള രുചി ഇഷ്ടപ്പെട്ട മനുഷ്യരുടെ മനസ്സ് എങ്ങനെയാണ് ചേട്ടൻ ഈ പറയുന്ന സംഭവങ്ങൾ ഒന്നുമില്ലാണ്ട് എങ്ങനെ അവരുടെ മനസ്സും വയറും ഒക്കെ തൃപ്തിയാക്കിയത്? ഒന്ന്, ടേസ്റ്റ് ഒരു മിത്താണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് മിത്ത്. കാരണം ഫോർ എക്സാമ്പിൾ, എൻ്റെ കുട്ടിക്കാലത്ത് പത്തിരി എന്ന് പറയും പൊറോട്ടയ്ക്ക്, അതൊക്കെ 10 എണ്ണം വരെ തിന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇന്നത്തെ പൊറോട്ട തിന്നാൻ പറ്റുന്നില്ല, ഭയങ്കര അൺഹെൽത്തിയാന്ന് പറയുന്നത്. വൈ? ചിന്തിച്ചു പോകണം. കാരണം ഈ പറയുന്ന പ്രോസസ്സ് നടന്ന സമയത്ത് നമ്മളുടെ എല്ലാം ടേസ്റ്റിൻ്റെതും ഈ മിത്ത് മാറി, മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, പലരുടെയും ക്ഷേത്രം ഇപ്പോൾ റോബോട്ടൈസ്ഡ് ആയി വരുന്ന പോലെ ഓരോ വിശ്വാസങ്ങളും മാറും. അപ്പോൾ ഈ ടേസ്റ്റ് എന്ന് പറയുന്ന മിത്ത് മാറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷവർമ, ഒരു ലെബനീസ് ഷവർമ എന്ന് പറയുന്നത് അതിനകത്ത് ബേസിക്കലി ക്യാബേജോ ഉള്ളിത്തോരനോ ഒന്നുമില്ല, നല്ല മീറ്റിനെ നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് ഗാർലിക് തൂമ്പ് സ്പ്രെഡ് ചെയ്ത്
അതിനകത്ത് ഗർഗിൻസ്, അതായത് ഉപ്പിലിട്ട അറിയാം. ഇംഗ്ലീഷ് കുക്കുംബർ മാത്രം വെച്ച് റോൾ ചെയ്ത് തരും. പറ്റുമെന്നുണ്ടെങ്കിൽ അവർ കുക്ക് ചെയ്യുന്ന ഫ്രഞ്ച് ഫ്രൈസ് അല്ല, അതും വെച്ചാണ് ലെമനീസ് നമുക്ക് തരുന്നത്. ഇതാണ് യഥാർത്ഥത്തിലെ ഷവർമയുടെ ഫ്ലേവർ. പക്ഷെ ഇവിടുന്ന് ഒരു മലയാളി ഗൾഫിൽ ചെന്നിട്ട് ആ ഷവർമ വാങ്ങിച്ച് കഴിച്ചിട്ട് ആ ലെബനീസുകാരനെ ചീത്ത വിളിക്കുകയോ ഇല്ലയോ? അപ്പം ടേസ്റ്റ് ഒരു മിത്താണ്, നമ്പർ 1. നമ്പർ 2, എന്താണ് ടേസ്റ്റ് എന്ന് തിരിച്ചറിയണം. ഇപ്പൊ പലരും ഡ്രിങ്ക് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്കോച്ച് ഡ്രിങ്ക് ചെയ്യുന്നു. സ്കോച്ച് എന്താണ്? ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. എന്താണ് സ്കോച്ച്? സ്കോച്ച് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന വിസ്കിയാണ് സ്കോച്ച് എന്ന് വിളിക്കുന്നത്. സ്കോച്ച്, സ്കോട്ട്ലൻഡ്, സ്കോച്ച്. എത്ര പേർക്കറിയാം? ഇവര് ബ്ലാക്ക് ലേബല്, ശിവാശ്രീകള് വില കണ്ടിട്ടനോ. സ്കോച്ച് കംസ് ഫ്രോം സ്കോട്ട്ലൻഡ്. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, അറിവല്ല, നമ്മളെ തിരിച്ചറിവുകൾ. ഇപ്പൊ ഫിഷ് കഴിക്കണം, നല്ല അടിപൊളി നെയ്ച്ചാള കഴിക്കണം, അതിന് നല്ല സിൽവർ ഫിനിഷൊക്കെ, നല്ല സിൽവർ ഫിനിഷൊക്കെ. അതിനെ ഞാൻ കരിച്ച് മുരിച്ച് മറ്റേ എന്തോ പറയുക, ശവമടക്കുന്നിടത്തില്ല ക്രിമേഷനൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരുന്നതാണ്. അത് ഞാൻ ആ മത്തിയെ കാണുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ വൈറലായ കണക്ക് പവിത്രത നഷ്ടപ്പെടാൻ പാടില്ല. അതിനെ നല്ല സിൽവറിഷിൽ ഞന്ന് പുഴുങ്ങി അതിൽ ഒന്ന് വിനാഗിരി വെച്ചൊന്ന് വാഷ് ചെയ്തിട്ടായിരിക്കും ഞാൻ പുഴുങ്ങുന്നത്. ജസ്റ്റ് ഇങ്ങനെ അതിനകത്തോട് ചെറിയ സോൾട്ട് സ്പ്രെഡ് ചെയ്ത് ഒരു 2 ലൈം ഡ്രോപ്പും ഇട്ട്, വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് ജസ്റ്റ് ചന്ദനം പോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലൊന്ന് തേച്ചിട്ട് ആ മീൻ എടുത്ത് കഴിക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷം മറ്റേ പൊരിച്ച മീനിൽ എനിക്ക് കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഏതിലാണ് മീനിന്റെ ടേസ്റ്റ് അറിഞ്ഞത്? അല്ലേ? ഇതിന് ടേസ്റ്റ് ഇല്ലെന്ന് പറയും, ഇതല്ലേ ടേസ്റ്റ്. ആ കയ്യിൽ ആ മത്തിയുടെ ഫ്ലേവർ കാണും, ആ നാരങ്ങയും കുരുമുളകും എല്ലാം എന്നോട് സംസാരിക്കും. ഒരു മത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞത്, ഒരു നെയ് മത്തിയുടെ കാര്യം. അങ്ങനെ എന്തൊക്കെ ചെയ്യാം. ഒരു നല്ല ഷ്രിമ്പ് എടുക്കുക, അതിൻ്റെ ഒരു ടൈഗർ പ്രോൺസ് എടുക്കുക. നമ്മളിപ്പോൾ പലരും പറയാറുണ്ട്, ഞാൻ അതിങ്ങനെ പൊരിച്ച് എന്നിട്ട് പിന്നെ ആ പാനിനകത്ത് ചോറിട്ട് വാരി തിന്ന്, അതൊക്കെ കൊള്ളാം, കഴിച്ചോ. അതിലെവിടെ നിങ്ങൾ പ്രോൺസിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത്? നേരെ മറിച്ച് നിങ്ങൾ ആ പ്രോൺസിന് വെറുതെ ഒന്നുമില്ലാണ്ട് ലേശം മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും തേച്ചിട്ട് ഒന്ന് തേങ്ങാപ്പാലിൽ വേവിച്ചിഞ്ഞെടുക്കുക. ഈ തലയും പാലും ഒന്ന് തൊടണം. എന്നിട്ട് അത് കടിക്കുമ്പം ആ ജ്യൂസിനെസ് അല്ലേ നമ്മളറിയേണ്ടത്. ഞാൻ പറയുന്ന കേരളത്തിൻ്റെ ഡിഷസാണ്. കേരളത്തിൻ്റെ നമ്മളും പരിണാമപ്പെട്ട് വന്നവരാവാം. പക്ഷെ നമ്മൾ പരിണാമപ്പെട്ട് വന്നെങ്കിലും അന്ന് വിവരമുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്ത ഫുഡുകൾ, അത് ദോശയാവട്ടെ, ഇഡ്ഡലി ആവട്ടെ, പുട്ടാവട്ടെ, വെള്ളയപ്പം ആവട്ടെ, എല്ലാത്തിനും ഒരു പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ പറയുമല്ലോ, മലയാളി പെണ്ണുങ്ങളെ, എന്താ മോനെ, എന്താ മുടി, എന്താ അഴക്. ഈ ജയഭാരതി ചേച്ചിയും ഈ ശ്രീവിദ്യ ചേച്ചിയും ഈ ഉണ്ണിമേരി ചേച്ചിയും ശീല ചേച്ചിയും ഒന്നും അന്നത്തെ പാർലറിലും ഈ പറയുന്ന സ്പായിലും പോയിട്ടൊന്നും അല്ല, അല്ലേ? ശ്രീവിദ്യ ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ ഇന്നും പഴയത് കണ്ട നടന്നു പോകുന്ന നോക്കിക്കൊണ്ടിരിക്കും, അല്ലേ? മോഹൻലാലൊക്കെ പറഞ്ഞ കണക്ക് അവർക്കുണ്ടായിരുന്ന സ്ട്രക്ചറൊക്കെ ഇന്നുണ്ടോ? അവർക്കുണ്ടായിരുന്ന ലുക്കൊക്കെ ഇന്നുണ്ടോ? അപ്പൊ എങ്ങനായിരുന്നു അഴക് അവർക്കുണ്ടായത്? പഴയ ആഹാരം തന്നെ അല്ലേ? PT ഉഷ പണ്ട് ഒളിമ്പിക്സ് ഓടി പോയെന്ന് പറഞ്ഞല്ലേ, ഒളിമ്പിക്സിൽ പോയി പണ്ട് പോയില്ലേ? ഇവിടുന്ന് പ്രോട്ടീനൊക്കെ ഷേക്കൊക്കെ അടിച്ചിട്ടാണോ പോയത്? ആണോ? കപ്പയും മീൻകറിയും നിന്നിട്ട് തന്നെ അല്ലേ ഓടിപ്പോയത്? അതിനുശേഷം 10-25 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വീണ്ടും അങ്ങനെ എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റിയത്? നമുക്കിപ്പോൾ പ്രോട്ടീൻ ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം, നമ്മളുടെ പ്ലേറ്റ്, ഇതിലോട്ടുള്ള നമ്മളെ കാഴ്ച, മൊബൈലിലല്ല, നമ്മളെ പ്ലേറ്റ് പൊളിയാണെങ്കിൽ ലൈഫ് സൂപ്പറാണ്. ശരിക്കും. അങ്ങനെ ദുബായിൽ നിന്ന് ചേട്ടൻ ഈ എന്താ പറയാ, ഭക്ഷണം എന്നും നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഷൈനായിരുന്നു. അവിടെ നിന്നും അതെല്ലാം പോയി ലൈഫിൽ വല്ലാണ്ടൊരു മോശം ഒരു സ്റ്റേജിൽ വന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. രമ്യ, എൻ്റെ കയ്യിൽ 2000 രൂപ പോലും എടുക്കാനുണ്ടായിരുന്നില്ല. അന്ന് ചേട്ടൻ ദുബായിൽ നിന്ന് ഉള്ള വസ്ത്രങ്ങളും വെച്ച് കുടുംബമായിട്ട് അവിടുന്ന് പാക്ക് ചെയ്ത് നാട്ടിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ പേഴ്സിൽ 2000 രൂപ പോലും ഇല്ല.
എന്ത് ചെയ്ത് മുന്നോട്ട് 2000 രൂപയല്ലേ രമ്യ? അതിനകത്ത് ഞാൻ അമ്മച്ചിവിടെ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് കൊല്ലത്ത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ കൂടെ ഞാൻ പോവാ വന്ന സമയത്ത്. നടന്നു പോകാൻ നേരത്ത് അവിടെ ഭിക്ഷക്കാരിരിപ്പുണ്ട്. അമ്മ വല്ലതും തരണേന്ന് ചോദിച്ചു. ഞാൻ ആ ഭിക്ഷക്കാരെ ശ്രദ്ധിച്ചോന്ന് നോക്കിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ കാര്യം എന്താ പറയുക, അവൻ്റെ മൂലധനം നിന്നെക്കാട്ടിയും ബെറ്ററാണ്. ഞാൻ കോടിക്കണക്കിന് രൂപ കടത്തിലാണ്. അപ്പോൾ ആ ഭിക്ഷക്കാരൻ എന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല. അവനെക്കാട്ടിയും കഷ്ടമായിരുന്നു എൻ്റെ ജീവിതം. ഞാൻ അവൻ്റെ നിലയ്ക്ക് എത്തിയിട്ട് വേണം ഈ നിലയ്ക്ക് വരാൻ. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സോ ഇറ്റ് വാസ് നോട്ട് ഈസി. നമ്മൾ വിചാരിക്കും നമുക്ക് നഷ്ടം വരുമ്പോൾ കഷ്ടം വരുമ്പോൾ നമ്മൾ വഴിയിൽ വന്ന ഒരാൾ ഭക്ഷണം വാങ്ങിച്ചു തരുമെന്നൊക്കെ അയാളായിരിക്കും ഭിക്ഷക്കാരൻ, ഇല്ലേ അയാൾ പാപമൊന്നുമല്ല. അവനെക്കാട്ടിയും കഷ്ടമായിരുന്നു. കാരണം എനിക്ക് കടം തീർക്കണം, എന്നിട്ട് വേണം സീറോയിൽ വരാൻ, എന്നിട്ട് വേണം എന്തെങ്കിലും സമ്പാദിക്കാൻ. സോ ദാറ്റ് വാസ് നോട്ട് ഈസി. അപ്പോൾ ആ സമയത്ത് എൻ്റെ മൈൻഡ് പ്രോസസ്സ് ചെയ്യുന്നത് മൊത്തം വളരെ, കാരണം ഒരു സ്കിൽഡ് പേഴ്സണാലിറ്റി, കുട്ടിക്കാലം തൊട്ട് വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവൻ. പക്ഷെ ലൈഫ് വാസ് ഓൾവേസ് ചാലഞ്ചിങ് മീ. ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിക്കുമായിരുന്നു, ഞാൻ കറങ്ങി നടക്കുമായിരുന്നു. ഞാൻ ആരുമായിട്ടും തല്ലുണ്ടാക്കുക, പോലീസ് കേസ്, അങ്ങനെ ഒരു വൃത്തിയുടെ പരിപാടികൾക്കും ഈ പെണ്ണുങ്ങളെ കമൻ്റ് അടിക്കുക, അങ്ങനെ ഒരു പരിപാടികളും ഞാൻ പോയിട്ടില്ല. അപ്പം ഈ വീഡിയോ കൊണ്ടിരിക്കുന്ന ആര് തോന്നാലും പാടും. എനിക്ക് എൻ്റേതായ നല്ല സൗഹൃദങ്ങളുണ്ടായിട്ടുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ടായിട്ടുണ്ട്. ഭയങ്കര ലൈഫായിരുന്നു കോളേജ് ലൈഫൊക്കെ, വെരി ഓസം ലൈഫ്. കാരണം അന്ന് കൊല്ലത്ത് 3 പേർക്ക് സുസുക്കി ഷോഗണുള്ളൂ, അതിലൊന്ന് ഞാനായിരുന്നു. അന്ന് 19 ഉള്ള ആ വണ്ടിക്ക് മൈലേജ്, ടോക്കിംഗ് അബൌട്ട് ഇൻ 95s. ആ ഷോഗൺ ഇന്നും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇന്നും എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം. അപ്പോൾ ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പിച്ചക്കാരനെക്കാട്ടിയും കഷ്ടമായിരുന്നു. പിന്നെ എനിക്കറിയാം, എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, മാർട്ടിൻ എന്ന് പറയുന്നത്. മാർട്ടിനെ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, മാർട്ടിൻ ഇങ്ങനെ, അപ്പോൾ മാർട്ടിൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിൻ്റെ എല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോകാം ഷൈനെ, നിൻ്റെ സ്കില്ല് കൊണ്ടുപോകാൻ പറ്റുമോ, നീ അതിൽ വിശ്വസിക്കാൻ പറഞ്ഞു. ഇന്നും അയാൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഇന്ന് പുള്ളി അങ്കമാലിയിലുണ്ട്. അപ്പോൾ ആ ഒരു മെസ്സേജ് എൻ്റെ തലയ്ക്കകത്ത് കുടുങ്ങി കിടപ്പുണ്ട്. പക്ഷെ അതിനു മുമ്പേ ചേട്ടൻ ദുബായിൽ വെച്ചിട്ടോ ഇങ്ങനെ കുക്ക് ചെയ്യായിക്കോട്ടെ, ഭക്ഷണം അങ്ങനെ ചെയ്യുമായിരുന്നു. അല്ല, അത് ഫാമിലിയില്. ആ. പക്ഷെ ഇത്രയും പാഷനേറ്റ് ആയിട്ടേ ഇങ്ങനെ ഇത്രയും ഇന്നിപ്പോ ചേട്ടൻ എത്രയോ കോടിക്കണക്കിന് ആൾക്കാർക്കാണ് ഭക്ഷണം വിളമ്പി കൊടുത്തിരിക്കുന്നതും കഴിപ്പിച്ചിരിക്കുന്നതും എല്ലാം. അങ്ങനെയൊന്നും അന്ന് അങ്ങനെ ഒരു ഇന്റൻഷൻ അല്ലല്ലോ ചെയ്തിരിക്കുന്നതൊക്കെ, വെറുതെ ചുമ്മാ ഫണ്ണിന് ചെയ്തു, കുക്ക് ചെയ്തു എന്ന്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇതാണ് എൻ്റെ ജെനുവിനായിട്ട് എനിക്ക് വേറൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എൻ്റെ ആ സ്കില്ലെന്ന്. ചേട്ടൻ അത് എങ്ങനെയാ, ഒരു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞാലും ചേട്ടൻ എപ്പോഴാണ് ആ ഡോർ ഓപ്പൺ ചെയ്ത് അത് മനസ്സിലാക്കിയത്? വീണ്ടും നാട്ടിൽ നിന്ന സമയത്ത് അന്ന് വീട്ടിൽ ചെലവിന് എനിക്ക് പൈസ തരും കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം ആ പൈസ എന്ന് പറയുന്നത് എനിക്ക് മാത്രമുള്ളതാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ചാൽ അന്ന് എൻ്റെ കൂടെ ഉള്ള എൻ്റെ സുഹൃത്തുക്കൾ അത്രയും ഫിനാൻഷ്യലി സൗണ്ട് അല്ല, നമ്മൾ സൗണ്ടും. അപ്പോൾ ഞാൻ പോയി കഴിച്ചാൽ അന്ന് എനിക്ക് ചിലപ്പോൾ 2 പൊറോട്ട ഒരു മട്ടൻ കറിയും കഴിക്കാം. എന്ന് വെച്ചാൽ അതേ പൈസയ്ക്ക് എനിക്ക് 1 കിലോ ചിക്കൻ വാങ്ങിക്കാം. ഈ ചിക്കൻ വാങ്ങിച്ച് അന്ന് ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യും, എന്നിട്ട് നമുക്ക് 3 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാം, വീട്ടിൽ കുക്ക് ചെയ്താൽ. അപ്പോൾ കുക്കിംഗ് വാസ് ഓൾറെഡി ദെയർ. ആൻഡ് അനദർ തിങ് ഈസ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ട്രാവൽസിൻ്റെ ഫസ്റ്റ് ബാച്ച് കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തൈക്കാട് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. ആ ഫസ്റ്റ് ബാച്ചിനകത്ത് സെലക്റ്റഡ് ആയിട്ടുള്ള 150 സ്റ്റുഡൻസിനകത്ത് ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അന്ന് നീ പാത്രം കഴുകാൻ പോവാണോ, നിനക്ക് വേറെ പണിയില്ലേ എന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഞാൻ അത് കളഞ്ഞിട്ട് MBAക്ക് പോകുന്നത്. അന്ന് 2000 പേര് എൻട്രൻസ് എഴുതിയതിൽ സെലക്റ്റഡ് ആയ 100 പേര് 150 പേരിൽ ഞാനുണ്ടായിരുന്നു. ഒന്ന് മനസ്സിലാക്കണം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫസ്റ്റ് ബാച്ചാണ്. അതാ ഒരു സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് മാറ്റി. സി ഹൗ ദ യൂണിവേഴ്സ് ഇസ് കണക്റ്റിംഗ്. പിന്നെ ഞാൻ വർക്ക് ചെയ്ത മൊത്തം 5 സ്റ്റാർ ഹോട്ടൽസുമായിട്ടാണ്. അപ്പം ഇവർക്കെല്ലാം 5 സ്റ്റാർ ഹോട്ടൽസിലെ ആൾക്കാരുടെ ഷെഫുമാരുടെ ഒക്കെ ആഗ്രഹിച്ച് ചമ്മന്തിയും ചോറും. അവിടുന്ന് അവർ എന്നെ കാണാൻ വരുമ്പോഴും അവർ കബാബ്സ്, മറ്റേത് പാസ്ത, ഇതെല്ലാം എനിക്കും ഉണ്ട്. നമ്മളെ വീട്ടിൽ വരുമല്ലോ. ഞാൻ തിരിച്ച് ഇവർക്ക് നാടൻ ഫുഡ് ചെയ്തു കൊടുക്കും. കാരണം ഇവർക്ക് ഞാൻ സ്റ്റാർ ഹോട്ടൽസിലെ ആൾക്കാർക്ക് അതൊക്കെയാണ് ഇഷ്ടം. കാരണം അവർ തിന്ന് മടുത്തും ഒക്കെ കിടക്കും. അപ്പോൾ അങ്ങനെ ഓൾറെഡി പിന്നെ ഇവർക്ക് ഗ്രൂമിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇവർക്ക് ഡിജിറ്റൽ സപ്ലൈസ്, എനിക്ക് ഡിജിറ്റൽ ടെലിവിഷൻസിൻ്റെയൊക്കെ സപ്ലൈസ് ഉണ്ട്. ഹോസ്പിറ്റാലിറ്റിയാണ്, എങ്ങനെ ആയിരിക്കണം ഒരു ഹോട്ടൽ റൂം നോക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് അവിടുത്തെ GM ആയിട്ടൊക്കെയായിരുന്നു എൻ്റെ ബന്ധം. അപ്പോൾ ഈ വീട്ടിൽ എപ്പോഴും എന്താവശ്യം ഉണ്ടെങ്കിലും ഐ വാസ് എ മാസ്റ്റർ ഓഫ് കുക്കിംഗ്. അപ്പോൾ ഈ പറയുന്ന ഷെഫുമാരിൽ നിന്നും നൈഫ് ഹോൾഡ് ചെയ്യുന്നതും അത് ചോപ്പ് ചെയ്യുന്നതും അതും എല്ലാം ഇവർ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതുമായിട്ട് ഓൾറെഡി ഇറ്റ് ഈസ് ബീൻ ദെയർ.
അപ്പോൾ പ്രൊഫഷണലി ഇറ്റ് ഈസ് ഓൾറെഡി ഗെറ്റിംഗ് കണക്റ്റഡ്. കാരണം ഡയറക്റ്റ് കിച്ചണിൽ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഐ എം ജസ്റ്റ് എ കൺസൾട്ടൻറ്റ്. ഇപ്പോഴും ഞാൻ ഫൈനലി വന്ന് നിൽക്കുന്നത് ആ കൺസൾട്ടൻസി തന്നെയാണ്. ബട്ട് ഐ നോ മൈ ജോബ് വെരി വെൽ. പിന്നെ നാട്ടിൽ വന്ന സമയത്ത് വൈ കേരളീയൻ കള്ളിനറി എന്ന് പറഞ്ഞാൽ നാട്ടിൽ മൊത്തം റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുഴിമന്തി, ഷവായി, ഷവർമ അല്ലേ, ഫാസ്റ്റ് ഫുഡ്, ബ്രോസ്റ്റഡ് ചിക്കൻ. അപ്പം അടിസ്ഥാനപരമായി ഒന്ന്, ഞാൻ എൻ്റെ അമ്മയായിട്ട് 10 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ഈ 10 വർഷവും അമ്മയുടെ ഫുഡ് ഡെയിലി കഴിക്കാനുള്ള യോഗവും ഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. അപ്പം അമ്മ ചെയ്തു തന്നതും പിന്നെ വല്യമ്മച്ചിയുടെ വീട്ടിൽ പോയാൽ കഴിക്കും. അപ്പം ഈ ഫുഡിനോട് എനിക്ക് എന്നും ക്രേവിങ് ആയിരുന്നു. അപ്പം ബാക്കി എല്ലാവരും ഒരു ട്രാക്കിൽ പോവുക, ഞാൻ പിന്നെയും ഐ ഡസൻ വാക്ക് വിത്ത് ദ ഷീപ്പ്. ആക്ച്വലി ഐ നെവർ ഡു ദാറ്റ്. ഐ ലവ് ടു ലീഡ് ദ ഷീപ്പ്. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ ഫൈൻ. അങ്ങനെ കഞ്ഞി, പഴങ്കഞ്ഞി. ഇന്നും എന്നെ കളിയാക്കുന്നത് ചായക്കകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കണം. സോ വാട്ട്? എൻഡ് ഓഫ് ദ ഡേ യു ഗൂഗിൾ മീ ടുഡേ and you will know who I am. I have internationally and nationally placed my signature. റെഫറൻസ് ആയിട്ട് എടുത്ത് കൂടെ വാ. കല്ലെറിഞ്ഞിട്ട് നിനക്കെന്ത് കിട്ടാനാ അല്ലേ? ഒന്നുമില്ലെങ്കിലും തോളത്ത് കൈയിട്ടിട്ടോ ഒന്ന് ചിരിച്ചാലോ, എടാ ഞാൻ ഒന്നുമില്ലെങ്കിലും ഒരു വാരിയെങ്കിലും തരും. നിനക്ക് ഭക്ഷണമെങ്കിലും ഉണ്ടായി തരും. നീ എന്നെ ചീത്ത വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലേ? ഇവിടെ ചുമ്മാ ഇരുന്ന് ഗാലറി ഇരുന്ന് പോവാന്നല്ലാണ്ട് ശത്രുത ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ പക്ഷെ എന്നെ പരിചയപ്പെട്ടവർ അല്ലേ, രമ്യക്ക് അറിയാമല്ലോ, എന്നെ പരിചയപ്പെട്ടവർ, എന്നെ മനസ്സിലാക്കിയ ആൾക്കാർ ഇന്ന് നമ്മളുടെ ഫുഡിൻ്റെ, അതും ഒരു എള്ളുണ്ട വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എള്ളുണ്ട. ജോഷി സാറായാലും ഇന്നലെ മമ്മൂക്കയായാലും ഞാൻ എള്ളാണ് കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടെന്ന് വെച്ചാൽ കഴിച്ചവരത്തി ചോദിക്കണം. അപ്പൊ ആ എള്ളുണ്ടയിൽ എന്തെങ്കിലും ഒരു നളൻ സ്റ്റൈൽ കൊണ്ടുവരാണ്. എല്ലാത്തിലും ഉണ്ടല്ലോ. എന്നെ ഞാനാക്കിയത് ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നെ വളർത്തിയത് എൻ്റെ ശത്രുക്കളാണ്. എന്നെ ഞാനാക്കിയത് എൻ്റെ അമ്മമാരും നിങ്ങളെപ്പോലത്തെ എൻ്റെ സഹോദരിമാരുമാണ്. ഞാൻ ചങ്ക് വരച്ചാൽ മോളെ സ്നേഹിക്കുന്നത്. അതിനകത്ത് ഒരു കളങ്കവും ഞാൻ കാണിക്കുന്നത്. അത് രമ്യയ്ക്ക് നന്നായിട്ട് അറിയാം. ഒരു രീതിയിൽ ഞാൻ രമ്യയെ ഒരു കാര്യത്തിനും ഡിസ്റ്റർബ് ചെയ്യാൻ പോലും വരുത്തരുത്. പക്ഷെ രമ്യയ്ക്ക് ഒരു കൂടപ്പറപ്പെന്ന രീതിയിലൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയിട്ടിട്ട് ഞാൻ പോകും. ഞാൻ ഒരു കുക്കറി ഷോ കാണിച്ചിട്ട് വന്നവനല്ല. ഞാൻ ഒരു കുക്കറി ഷോ പരിപാടികളിൽ ഇപ്പം സൂര്യ കോമഡിയുടെ ഒരു കുക്കറി പ്രോഗ്രാം ഞാൻ ചെയ്തത് തന്നെ ഈ അമ്മമാർ പറഞ്ഞിട്ടാണ്. ഷെഫേ ചെയ്യ് എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മമാർ, എനിക്ക് ഏകദേശം 350,000 ഫോളോവേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ എല്ലാത്തിനും മില്യൺ വ്യൂസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം അമ്മയും സഹോദരിമാർ. എൻ്റെ ഫോൺ എടുത്ത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇവരൊന്നും ഞാൻ കണ്ടിട്ടില്ല രമ്യ. അപ്പം അവരുടെ ഉള്ളിൽ, മലയാളി അമ്മമാരുടെ ഉള്ളിൽ, മലയാളികൾ സ്ത്രീകളുടെ ഉള്ളിൽ ഈ രൗദ്രഭാവവും ഈ തറപറ ശബ്ദവും അല്ലേ, ഈ പറഞ്ഞ എന്നെ കാണാൻ അരവിന്ദ് സ്വാമി കണക്കൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. അപ്പം എന്നിട്ട് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ 10 വർഷം കൊണ്ട് ഈ അമ്മമാരുടെ വീടുകളിലെല്ലാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ശംഭു ചേട്ടൻ ഈസ് എ ഫേമസ് ഫോട്ടോഗ്രാഫർ ഇൻ ദി മലയാളം ഫിലിം ഇൻഡസ്ട്രി. പുള്ളി കേൾക്കുന്നുണ്ടാവും, കാരണം പുള്ളി എന്നെ ഒരാഴ്ച മുമ്പ് വിളിച്ചത്. പുള്ളിയുടെ ഒരു തമിഴ് സിനിമയുടെ സെറ്റിൽ ഞാൻ ചെല്ലുകയാണ്. അപ്പോൾ എന്നെ ഭയങ്കര സ്വീകരണം. കൂടെയുള്ള ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും ഒക്കെ എന്നെ അറിയാം. അപ്പോൾ ഈ ശംഭു ചേട്ടൻ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച ഫോട്ടോഗ്രാഫറൊക്കെയാണ്. ശംഭു ചേട്ടൻ സോറി ഷെഫേ, എനിക്ക് ഷെഫിനെ മനസ്സിലായില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം ആക്ച്വലി ഇതെങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഒരു വലിയ പഴയ വീട്, 2 നില പഴയ ഇല്ലം ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇല്ലത്തിലൊരു തമ്പുരാട്ടിയുണ്ട്. അപ്പോൾ ഈ തമ്പുരാട്ടി അമ്മ ഇല്ലം കൊടുത്തിട്ട് ഈ മകൻ ഒരു എയ്റോപ്ലെയിൻ ക്യാപ്റ്റനാണ്. ഈ മകൻ മറ്റേ ഏർലി റിട്ടയർമെൻ്റ് എടുത്ത് അമ്മയെ നോക്കാൻ അവിടെ നിൽക്കുക. എൻ്റെ ശബ്ദം, ഞാൻ താടി എടുത്തിട്ടുണ്ട് ആ സിനിമയ്ക്ക്, മീശ മാത്രം. എൻ്റെ ശബ്ദം കേട്ടിട്ട് അമ്മ പറഞ്ഞ് എനിക്ക് ആ ശബ്ദം നല്ല പരിചയമുണ്ടെന്ന് എൻ്റെ. അങ്ങനെ ആ ക്യാപ്റ്റൻ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച്, ഞാൻ പറഞ്ഞു അങ്ങ് അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് ആ അമ്മയായിട്ട് ഞാൻ ഫോട്ടോ എടുത്തപ്പോഴാണ് ശംഭു ചേട്ടൻ എൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശംഭു ചേട്ടൻ പറഞ്ഞു, ഷെഫേ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അതിനിപ്പോൾ എന്താ ശംഭു ചേട്ടാ, നമുക്കൊരു സെൽഫി എടുക്കാമെന്ന്. ശംഭു ചേട്ടൻ എൻ്റെ സെൽഫി എടുത്തു. ഞാൻ സ്റ്റേറ്റസ് ഇട്ടു. ചിലപ്പോൾ ശംഭു ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ അറിയാവുന്നവർ കാണുമെന്നാണ്. രമ്യയ്ക്ക് പറയാമോ ആദ്യം വിളിച്ചത് ആരാന്ന്? ശംഭു ചേട്ടൻ പറയാം. ശംഭു ചേട്ടൻ്റെ ഭാര്യ. യോ ഷെഫിൻ്റെ കൂടാണോ എന്ന് ചോദിച്ചു. സോ എനിക്കിതൊരു ഓസ്കാറാ മോളെ. എന്നെ ഇപ്പം പ്രസിഡന്റ് മുർമുറു മാഡം അറിയണമെന്നൊരു നിർബന്ധമല്ല. എന്നെ 4 വീട്ടിലുണ്ടെങ്കിൽ 4 വീട്ടമ്മമാർക്കും എന്നെ നല്ല പരിചയം.
ഞാൻ മരിക്കുന്ന ദിവസം ഒന്നുമില്ലെങ്കിലും 10 വീട്ടമ്മമാരെങ്കിലും കരയും. കാരണം ഒരു മകന്റെ സ്ഥാനം ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ചേട്ടാ. ഇതൊരു സത്യമല്ലേ ടച്ചിങ്. പറഞ്ഞെ? ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചോട്ടെ, ഇന്നിപ്പോ ഈ ഷെഫ് എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർക്കുന്ന കുറച്ച് പേര് ഇടയിലുണ്ട് അല്ലേ? നിങ്ങളൊക്കെ ഒന്ന് ഫെയിം ആയതും നിങ്ങളുടെ കൂടെയൊക്കെ അറിയുന്നതും ഏകദേശം ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 2 ഇയേഴ്സ്, മേ ബി 2 to 3 അതിനുള്ളിലാണ് ഇതെല്ലാം നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മളെല്ലാവരും കൂടുതൽ അറിയാനും തുടങ്ങിയതെല്ലാം. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് മാത്രമാണോ ചേട്ടൻ ഇത്ര അധികം പോപ്പുലർ ആയെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അതിന് 3 ഫേസ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഒന്ന്, ഷെഫ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഗ്ലോറിഫൈഡ് പ്രൊഫഷനാണ്. അതെ. വൺ ഓഫ് ദ മോസ്റ്റ് ഗ്ലോറിഫൈഡ്. അത് പക്ഷേ കേരളത്തിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ പലരും എന്നെ പരിചയപ്പെടാൻ പറയും, ഞാനും ഒരു ഷെഫായിരുന്നു, ഞാൻ ആ ജോലി വിട്ടു, ഞാനിപ്പോൾ മതിയാക്കി. വൈ? ബിക്കോസ് ദേ വെർ ബ്രൂട്ടലി ട്രീറ്റഡ് ഇൻ ദ കിച്ചൺ. അവർ ഈ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇപ്പോഴും ഗുരുകുലമാണ്. ഇപ്പം ഞങ്ങളുടെ ഗുരു എപ്പോഴും നമ്മളെ തെറി വിളിക്കുക, മോശം പറയുക. പക്ഷെ അതൊന്നും ഇപ്പം ഈ തെറിയെ വിളിക്കുന്നത് കൊണ്ട് ഞാനത് ആവണമെന്നില്ല. പക്ഷെ ഒരു കാലത്ത് അതൊന്നും വിഷയമല്ലായിരുന്നു. ഈ ഗുരുകുലത്തിൽ ഇപ്പോൾ നമ്മളെ അപ്പൂപ്പനൊക്കെ നമ്മളെ കൊച്ചു കഴിവറ മോനെന്ന് വിളിച്ചാലും നമ്മളതൊരു സ്നേഹത്തിൻ്റെ പുറത്ത് കളയുകയാണ്. ഇന്ന് ഇതെല്ലാം ഭയങ്കര പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി. ഇപ്പം നമ്മൾ അമ്മയെടുത്ത് ചെന്നിട്ട് നമ്മൾ പറയണം, അമ്മ ആ ഷെഫ് എന്നെ ഇന്നലെ ചീത്ത വിളിച്ചു, നീ പോണ്ടടാ നാളെ തൊട്ട്, അയാൾ ആരാ വിളിക്കാൻ എന്നാ പറയുന്നത്. പക്ഷെ അതൊക്കെ കുട്ടികളുടെ എന്താ പറയുക, ഈഗോയെ ട്രിഗർ ചെയ്ത് അവർക്ക് ആ ഒരു കഴിവിനെ എക്സ്പ്ലോർ ചെയ്യാനും ഒന്നും പറ്റാണ്ട് അവർ ഒന്നുമല്ലാതെ വേറെ പ്രൊഫഷനിലേക്ക് മാറുകയാണ്. ഇപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, കാരണം നമ്മൾ ഈ സ്വർണം ഇല്ലേ, സ്വർണം ഇതിനെ ഊതി കാച്ചി അല്ലേ അടിച്ച് പരത്തിയാണ് ഒരു ഗോൾഡ് റിങ് ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് നമ്മളുടെ ബേസിക്കലി ഫുഡ് വേസ്റ്റോ ഇല്ലെങ്കിൽ നമ്മളെ ഹ്യൂമൻ വേസ്റ്റോ നമ്മളിത് ചെയ്യാറുണ്ടോ? നമ്മൾ ചുമ്മാ ഇടുക, ഫ്ലഷ് ഔട്ട് ചെയ്താണ്. അപ്പം നമ്മളൊരു ഗോൾഡ് ആണെന്ന് ഒരാൾക്ക് തോന്നിയാൽ, ഇപ്പം നമ്മളെ ഗുരുവിന് തോന്നിയാൽ, അല്ലെങ്കിൽ നമ്മളെ ക്യാപ്റ്റന് തോന്നിയാൽ, അയാൾ നമ്മളെ ട്രെയിൻ ചെയ്യും. അങ്ങനെയല്ലേ ഒരു സോൾജിയർ ഉണ്ടാവുന്നത്, അങ്ങനെയല്ലേ ഒരു അത്ലറ്റ് ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ ബോക്സിങ്ങിൽ ചെന്നാൽ പോലും ബോക്സിങ് ട്രെയിൻ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ചോദിക്കാം, ആ മാഷ് ഒരിക്കലും പൊന്നു മോനെ നീ ഇങ്ങനെ ഇടിച്ചാൽ മതിയടാ എന്നൊന്നും പറയത്തില്ല. വാട്ട് മാൻ, സ്റ്റാർട്ട് അപ്പ്, കം ഓൺ, യു ക്യാൻ ഡു ഇറ്റ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഫേസ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവിടെ കരഞ്ഞിട്ട് തിരിച്ചു വന്ന് നിന്ന് അവനൊരു പവർ വരും, അവനെ ഊതിക്കാച്ചി എടുക്കുക. അങ്ങനെ ഷെഫുമാർ ഉണ്ടാവാതെ പോയി. ഇനി പിന്നെ ഉള്ളതെല്ലാം ബേസിക്കലി ഇപ്പോൾ കുറേ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻജിനീയറിങ് കിട്ടിയില്ല, കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ല, ബാക്കിയുള്ള ബികോമിൻ്റെ അഡ്മിഷൻ കിട്ടിയില്ല. ഇങ്ങനെ വരുന്ന വേസ്റ്റിനെ എല്ലാത്തിനെയും കൊണ്ടുവന്നിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റിന് തള്ളും. ഒന്നും കിട്ടിയില്ലല്ലോ. ഇവർ ബേസിക്കലി അച്ഛനെ അമ്മയെ ഹാപ്പി ആക്കാനാണ് കുറേ എണ്ണം ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകുന്നത്. ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിനെയും ക്വാളിറ്റി ഉള്ള ഇൻഡിവിജ്വൽസിനെയും നമുക്ക് കിട്ടുന്നില്ല. ഇതാണ് നമ്മുടെ പ്രതിസന്ധി. നമ്മളിപ്പം സ്കിൽ സർവ് 2026 ഇന്ത്യ എന്നും പറഞ്ഞ് മെയ് 15 ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെ, ടൂറിസം ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളിതിൻ്റെ ഗ്ലോറിഫൈഡ് ഫോം, അതായത് ഒരു ഷെഫായി വന്ന് അവനുള്ള സ്കിൽ, കാരണം ഒരു ഷെഫ് നൈഫ് എടുക്കുന്നത് ലൈഫ് കൊടുക്കാനാണ്, ഒരു ഡോക്ടർ നൈഫ് എടുക്കുന്നത് ലൈഫ് സേവ് ചെയ്യാനാണ്. അപ്പൊ ലൈഫ് കൊടുക്കുന്നവനാണോ ലൈഫ് സേവ് ചെയ്യാൻ, രണ്ടും രണ്ട് ജോണറാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇഫ് യു ആർ എ പ്രൊഫഷണൽ പേഴ്സൺ വിത്ത് എ സ്കിൽ ഓഫ് കുക്കിംഗ്, യു മസ്റ്റ് ലുക്ക് ഇൻ ടു ബീയിങ് എ ഷെഫ്. കാരണം ഞങ്ങൾക്ക് വലിയ സ്പേസാണ്. ഞങ്ങളിലൊരു 100 ന്യൂറോളജിസ്റ്റും ഒരു 100 കാർഡിയോളജിസ്റ്റും ഒന്നുമല്ല. എൻ്റെ ഫീൽഡിൽ ഇപ്പം എൻ്റെ എള്ളുണ്ട, ഇല്ലെങ്കിൽ ഞാൻ വാരിത്തരുന്ന ചോറും ചമ്മന്തിയും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന മുരിങ്ങയ്ക്ക മീൻകറിക്ക് ഞാൻ തന്നെയാണ് മാസ്റ്റർ, ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് അല്ലേ? അങ്ങനെ കുട്ടികളെ, അമ്മമാർ ഇല്ലെങ്കിൽ സ്കിൽഡുള്ള കുട്ടികൾ ഇത് മനസ്സിലാക്കി ഈ ഫീൽഡിലേക്ക് വരാം. ഇപ്പോൾ കൾച്ചറൽ സെൻറ്റർ അല്ലേ, ചാവറ കൾച്ചറൽ സെൻറ്ററൊക്കെ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസാണ് കൊടുക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് കഴിവുള്ള സ്കില്ലുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത്, പക്ഷെ ഇതിനകത്തൊരു പ്രോസസ്സ് ഉണ്ട് അല്ലേ? ഇപ്പം നല്ലൊരു ചിക്കൻ കറി ഉണ്ടാവണം. രമ്യ ഒരു പേപ്പറിനകത്ത് ഗുഡ് ചിക്കൻ കറി എന്ന് എഴുതി വെച്ചാൽ ആവുമോ? ഇല്ല. അതിനൊരു പ്രോസസ്സ് ഉണ്ടല്ലേ? ഈ പ്രോസസ്സ് എവിടെ നിന്ന് തുടങ്ങും? സവാള അരിയുന്നതിൽ തുടങ്ങും. ഇപ്പൊ സവാള അരിയുന്നു, ഇപ്പൊ ഒരു ഓംലെറ്റിന് വേണ്ടി സവാള അരിയുന്നു, അത് കുനുകുന എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. അങ്ങനെ അരിയുന്നതും സ്ലൈസ് ചെയ്ത് അരിയുന്നതിനും 2 ഓംലെറ്റിനും 2 രുചിയല്ലേ?
അല്ലേ? അതെ. അപ്പൊ ഉള്ളി അരിയുമ്പം ശ്രദ്ധിക്കണം. പച്ചമുളക് കീറിയിടുന്നതും പച്ചമുളക് അരിഞ്ഞിടുന്നതിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിനകത്താണ് നമ്മളുടെ മാജിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രോസസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിട്ടുണ്ട്, ഏകദേശം 100ഓളം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ കണ്ടം വഴി ഇറങ്ങി ഓടും. കാരണം ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് തീയിൽ കുരുത്താലേ വെയിലത്ത് വാടാതിരിക്കും. നാളെ 1000 പേരുടെ ഒരു ഫംഗ്ഷൻ വരും, 10,000 പേരുടെ ഒരു ഫംഗ്ഷൻ വരും. കണ്ടം വഴി ഇറങ്ങി ഓടുന്നവനെ ഷെഫ് എന്ന് വിളിക്കാൻ പറ്റുമോ? സോ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മനസ്സിലാവുന്നത് അതിനകത്ത് ബേസിക്കലി എല്ലാം അറിയുന്നവൻ എന്നല്ല, അറിയാവുന്നത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുന്നവൻ. യെസ്. പക്ഷേ ചേട്ടാ, ഞാൻ തന്നെ ഇവിടെ എറണാകുളത്ത് ഹോട്ടലിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഷെഫിന്റെ പേരും പറയുന്നില്ല, 5 സ്റ്റാർ ഹോട്ടൽ തന്നെ. നമ്മൾ പലയിടത്തും പോകുമ്പോൾ അവരുമായിട്ടും ഇതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവരെ വിളിച്ച് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു, അങ്ങനെ 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 പരിചയമായി നന്നായിട്ടൊക്കെ. അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല. നമ്മൾ രാവിലെ മുതലേ ഇതാണ്, അതിനകത്ത് ഇത് ശരിക്കും കുറച്ച് സ്ട്രെയിൻ ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ്. നമ്മൾ കാണും അപ്പോൾ വിചാരിക്കും കുറേ പേര് അസിസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്, കട്ട് ചെയ്ത് കൊടുക്കാൻ ആൾക്കാരും വന്ന് ചെയ്താൽ പോരെ എന്ന് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അവരുടെ ഇതെല്ലാം പറയുമ്പോഴാണ് ഇതിന്റെ പിന്നിൽ ഇത്രയും ഉണ്ട്. അത്ര ഈസി ഒന്നും അല്ല. എല്ലാവർക്കും പെട്ടെന്ന് വിചാരം, ഓ ഇത് ഉണ്ടാക്കാൻ എന്താ ഇത്ര എളുപ്പമല്ലേ, ഇതങ്ങ് ഈസി അല്ലേ എന്ന് എല്ലാവരും പൊതുവെ അങ്ങനെ പറയാറുണ്ടല്ലോ. ചേട്ടൻ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ഈ കുക്കിങ്ങിനെ പറ്റി ഒരു കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, പുള്ളിക്കാരി ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആണ്. അപ്പം ഞാൻ പുള്ളിക്കാരി എന്ത് പറഞ്ഞത്, നമുക്കൊരു ചായ കഷ്ടപ്പെട്ടും ഇടാം ഇഷ്ടപ്പെട്ടും ഇടാം. അതെ. ഒരു ചായയുടെ കാര്യം കഷ്ടപ്പെട്ടും അടുക്കളയിൽ നിൽക്കാം, ഇഷ്ടപ്പെട്ടും അടുക്കളയിൽ നിൽക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസി കിച്ചണാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ചാലഞ്ചസ് ആണ്, അതല്ലാണ്ട് ഈച്ച അടിച്ചിരിക്കുന്നതല്ല. ചാലഞ്ചസ് ഉണ്ടാവണം. അപ്പം നമുക്ക് ആ ചാലഞ്ചസിന് നല്ല ടീം ഉണ്ടാവണം. അപ്പോൾ ചില ആൾക്കാർ വരുന്ന ദിവസം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ ഷെഫ് റെസ്റ്റോറൻറ്റിൽ കണ്ടില്ല എന്ന് വരും. കൂടെ നിൽക്കുന്ന കോമീസ് അത് കറക്റ്റായിട്ട് ചെയ്യണം. പേര് വരുന്നത് ഷെഫ് നളൻ്റെ അടുത്ത് പോയില്ലേ, ഇന്ന സ്റ്റാർ ഹോട്ടലിൽ പോയി വായിക്കി വയ്ക്കാം. അന്നത്തെ ആ ദിവസം ഒരു പക്ഷേ അവിടെ നിന്ന കോമി ഇല്ലെങ്കിൽ സൂഷെഫ് ആരാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്യണമായിരുന്നു. അതൊന്ന്. രണ്ടാമത്തെന്ന് പറയുന്നത്, ഇപ്പം എങ്ങനെയാണ് എൻ്റെ ലൈഫ് വേണ്ടത് എന്നുള്ളതാണ് ആദ്യം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ രമ്യ നാളെ ഒരു ബർഗർ ഷോപ്പ് തുടങ്ങുന്നു. രമ്യക്ക് ഈ ഫ്രോസൺ സാധനം വാങ്ങിച്ചു വെച്ചും ചെയ്യാം. രമ്യ രാവിലെ എണീറ്റ് ഒരു 100 പാറ്റി അടിക്കുന്നു. അപ്പോൾ രമ്യക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട്, മിസംപ്ലേസ് എല്ലാം ചെയ്ത് വെച്ചു. ഓരോ പാറ്റിയും രമ്യ അതിൻ്റെ കംപ്ലീറ്റ് മിൻസ്ഡ് മീറ്റ്, അതിനകത്ത് ഉപയോഗിക്കേണ്ട ഇൻഗ്രീഡിയൻസ്, അതിനകത്ത് ഉപയോഗിക്കേണ്ട ഓയിൽ എല്ലാം സെറ്റ് ചെയ്ത് ആ പാറ്റിക്ക് ഓരോ ഷേപ്പ് കൊടുത്ത് 100 എണ്ണം അടുക്കി വെച്ചിട്ട് അതിലേക്ക് നോക്കുന്ന ഒരു ലുക്കുണ്ട് രമ്യ. അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. ഇത് ഇപ്പൊ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവന്റെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന നിങ്ങളെ വേണ്ടേ ഞാൻ കുറ്റം പറയാൻ? അതെ. ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്നവന്റെ അടുത്ത് വേണ്ടേ പോയി കഴിക്കാൻ? അങ്ങനെയുള്ള പല അമ്മാവന്മാരുടെയും കടകളുണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന കൊല്ലത്ത് മരുന്ന് ബീഫ് എന്ന് പറഞ്ഞ് വൈറലായ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണം, ചേട്ടനെ ആരാണ് ആദ്യം പോയി കണ്ടെത്തി ഈ പറയുന്ന മീഡിയക്കാർക്ക് പരിചയപ്പെടുത്തി നോക്കണം. പുള്ളി 1 മാൻ ഷോ ആണ്. ഞാൻ കാണുന്ന സമയത്ത് സുധാകരൻ എന്നാണ് പേര്. പുള്ളി 4 കിലോ ബീഫ് വിറകടുപ്പിൽ കുക്ക് ചെയ്ത് അതിന് വേണ്ട പൊറോട്ടയും ഉണ്ടാക്കി രാവിലെ ചെന്നാൽ കട്ടൻ ചായ കിട്ടും. ഒരു ഡെസ്കും ബെഞ്ചുമായിട്ടിരുന്ന ഒരു അമ്മാവനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വൈകുന്നേരം ഒരു 5 മണി വരെ കാണും. ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ കാലുമേ കാലും കെട്ടി ഞാനങ്ങിരിക്കും, ഒരു പത്രവും വായിച്ചങ്ങിരിക്കും. നമ്മൾ ചോദിക്കും, ചേട്ടാ ചായ ഉണ്ടോ? ചായ ഒന്നുമില്ല, ഇത്രേ പറയത്തുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും പുള്ളിയുടെ ആ ബീഫും ആ പറയുന്ന പൊറോട്ടയും കഴിച്ച് ഞാൻ അഡ്മയർഡായി. അങ്ങനെയാണ് ഞാൻ വിളിച്ച് അവിടുത്തെ ലോക്കൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് പുള്ളി ഇന്ന് ഭയങ്കര വൈറലാണ്. ഇന്ന് ഞാൻ രാവിലെ ഒരു 8:30 9 മണി 9:30 പോകുമ്പം ഒരു 45 പേര് ക്യൂ നിൽക്കുകയാണ്. 8 കിലോ ബീഫാണ് ഇന്ന് സുധാകരൻ ചേട്ടൻ ചെയ്യുന്നത്. അതിന് സുധാകരൻ ചേട്ടൻ ഒരു പേരിട്ടു, മരുന്ന് ബീഫ്. 11 മണിക്ക് സുധാകരൻ ചേട്ടൻ സോൾഡ് ഔട്ടായി. ഞായറാഴ്ചകളിൽ തുറക്കത്തില്ല. അയാളാണ് എൻ്റെ റോൾ മോഡൽ. ചേട്ടൻ്റെ വീട്ടിലെല്ലാ ഭക്ഷണം ചേട്ടനാണ് ഉണ്ടാക്കുന്നത്? അല്ല, എനിക്ക് അങ്ങനല്ല. എനിക്ക് ചില ആൾക്കാരുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലെങ്കിൽ എനിക്ക് തന്നെ കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. ഇപ്പൊ വീട്ടിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ചേട്ടൻ ഓൾവേസ് മേക്ക് ഷുർ ചെയ്യും ചേട്ടൻ തന്നെ അവിടെ ഉണ്ടാവും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ. ബിക്കോസ്
ഫോറിൻ കൺട്രീസിൽ ബേസിക്കലി ഐ വാസ് എബ്രോഡ്, ഐ സ്റ്റഡീഡ് ഓൾ എബ്രോഡ്. സോ വി ആർ നോട്ട് വെൽക്കം ഹോം, നോബഡി വെൽക്കംസ് യു ഹോം. അവർ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകും, വിൽ ഗോ ഫോർ എ കോഫി എന്ന് പറയും. വൺസ് ഐ ആസ്ക് യു ടു കം ഹോം, ദാറ്റ് മീൻസ് യുവർ ഫാമിലി ടു മീ. അതാണ് ഫോറിൻ കൾച്ചർ. അപ്പോൾ അതിനകത്ത് ഐ വിൽ കുക്ക് ഫോർ യു എന്നും കൂടെ പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സ്ട്രാ. അപ്പോൾ ഈ നമ്മളൊരാൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കുന്ന, പണ്ട് ഈ അമ്മമാർ നമ്മളുടെ സുഹൃത്തുക്കൾ കാണും അല്ലേ, നമ്മളെ ഈ സുഹൃത്തുക്കളിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ അമ്മ നമ്മുടെ ഹൃദയത്തിൽ കയറി പറ്റും. ഏതെങ്കിലും ഒരു അമ്മ കയറി പറ്റും. ചിലപ്പോൾ രമ്യയുടെ അമ്മ ബാക്കിയുള്ളവരുടെ. അപ്പം രമ്യയെ കണ്ടില്ലെങ്കിലും രമ്യയുടെ അമ്മയായിരിക്കും അവിടെ സ്റ്റാർ. ഇതെന്താ വിഷയം? അവർ കുക്ക് ചെയ്യുന്നതിനകത്ത് അവർ ആഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ഇത് ഈ പല ഗ്രേഡ് ഉണ്ടല്ലോ, അത് 24 ആയിരിക്കും, അതിൽ ചിലപ്പോൾ 28 ക്യാരറ്റ് ആയിരിക്കും. അതാണ് ലവ്. അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പം ചിന്തിക്കുന്നത്, ഇപ്പോൾ രമ്യ വീട്ടിൽ വരുന്നു, ഇപ്പോൾ രമ്യക്ക് ഞാൻ ചോദിക്കും നമ്മളെ തീയൽ ഇഷ്ടം, അത് പക്ഷേ എൻ്റെ ചേട്ടാ, രമ്യയുടെ സ്റ്റൈൽ അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ, എന്തൊരു ഈ സ്റ്റൈലിലാണ് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റ്. അപ്പോൾ രമ്യ ഇതിനപ്പുറം പറയിപ്പിക്കണം. രമ്യ കോഫി പറയുന്ന സൂപ്പർ കോഫി ആയിരുന്നു എന്നല്ല പറയുന്നത്. അപ്പൊ ഇതിനപ്പുറം, അത് ജനറൽ സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പൊ സൂപ്പർ എക്സൈറ്റഡ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാണ് നമ്മൾ അടുക്കളയിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾക്ക് അതിനകത്ത് അറിയാം, അതിന്റെ നോട്ട്സ് അറിയാം. ഉണക്കത്തേങ്ങ ആയിരിക്കണം, ആ ഉണക്കത്തേങ്ങ വെള്ളം ചേർക്കാതെ അരയ്ക്കണം, അത് അരയ്ക്കുമ്പം അതിനകത്ത് എണ്ണ തെളിയണം. അപ്പം ആ കഴിച്ചതിന് ശേഷം ഈ വറുത്തരച്ച കറികൾക്ക് ഒരു വാസനയുണ്ട്. സോപ്പ് ഇടാതെ കൈ കഴുകണം. ആ കൈ ഇങ്ങനെ അല്ലേ. ചേട്ടൻ സംസാരിക്കുമ്പോ തന്നെ ഇങ്ങനെ ഇപ്പൊ തീയില് കഴിച്ചു എന്ന് തോന്നാ. എന്റെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ തീയില്. പിന്നെ. ശരി ചേട്ടൻ, എന്നിട്ട് ഫസ്റ്റ് അല്ലെങ്കിൽ ഇത്രയും ഇതില് ആദ്യമായിട്ട് ഇപ്പൊ ചേട്ടനോട് എന്തുണ്ടാക്കാൻ പറഞ്ഞാലും ചേട്ടൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഒരു ചാലഞ്ച് ഒന്നും ഇപ്പം യൂസ് ടു ആണ്, നന്നായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. പക്ഷെ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ചേട്ടൻ ഒരു ചാൻസ് വന്നത്, ഇന്നും ചേട്ടൻ ഭയങ്കര ടെൻഷൻ അടിച്ച്, അല്ലെങ്കിൽ ഇതെനിക്ക് ബെസ്റ്റ് ആക്കണം, നല്ല രീതിയിൽ അങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു ഡിഷ് എന്തായിരുന്നു? അത് ആർക്കായിരുന്നു? ആക്ച്വലി എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ ബിനു. നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. എപ്പോൾ നാട്ടിൽ റഷ്യ എന്ന് വന്നാലും എന്നെ കാണും, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരും. പുള്ളിയായിട്ട് ഫുഡ് ബന്ധമാണ് കേട്ടോ. അപ്പം ഒരു ദിവസം പുള്ളി ഒരു വൈകിട്ട് 7 മണി 8 മണിക്ക് വരുന്നെന്ന് വിളിച്ച് പറഞ്ഞു. നമ്മൾ ഓക്കെ, എന്നെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് ഫൈൻ. പുള്ളിയുടെ കൂടെ ഒരു 5-5.5 അടി പൊക്കമുള്ളൊരു വയസ്സായ മനുഷ്യനുണ്ട്. കയറി വന്നിട്ട് പറഞ്ഞ് ഷെഫാണെന്ന് പറഞ്ഞു ഈ മനുഷ്യൻ. ഞാൻ പറഞ്ഞു നമസ്കാരം സാർ. അപ്പോൾ പ്രായമായൊരു ഷെഫ്, ഫസ്റ്റ് ഓവർ ഫസ്റ്റ് ബോള് അടിക്കാൻ പറ്റിയില്ല. പുള്ളിയുടെ പേര് KK നായറാണ്. റിട്ടയർഡ് എക്സിക്യൂട്ടീവ് ഷെഫ് ഓഫ് താജ് ആണെന്ന് പറഞ്ഞു. അപ്പം ഏകദേശം 5 ബോൾ എറിഞ്ഞു, ഒന്നും അടിക്കാൻ പറ്റിയില്ല. കൊള്ളാം. അവൻ ഓരോന്നോരോന്നായിട്ട് എറിയാം. ലാസ്റ്റ് ബോള് ശ്രദ്ധിച്ച് കേട്ടോണം. ക്വീൻ എലിസബത്ത് കേരളത്തിൽ വന്നപ്പോൾ ക്വീൻ എലിസബത്തിന് ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്ത് ഷേക്ക് ഹാൻഡ് വാങ്ങിച്ച ഇന്ത്യയിലെ ഒരേ ഒരു ഷെഫാണ്. ഇനി രമ്യ പറ, ഇതിൽ കൂടുതൽ എനിക്ക് ടെൻഷൻ അടിക്കാൻ വേറെ എന്തെങ്കിലും വേണം? എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്ന് നിൽക്കുക, ഇയാൾക്ക് ഞാൻ എന്തോ ഉണ്ടാക്കി കൊടുക്കാനാണ്. സ്റ്റക്കായി. ഞാൻ നേരെ അടുക്കളയിൽ ചെന്നിട്ട് പറഞ്ഞു, പിന്നാമ്പുറത്തു കൂടെ ഞാനങ്ങ് പോവാം. എന്നിട്ട് എന്താ ഉണ്ടാക്കി കൊടുത്തേ? പിന്നെ പുള്ളിക്കാരൻ്റെ വൈഫ് ഭയങ്കര വൈബ്രൻ്റ് ആണ്. എൻ്റെ പൊന്നു ചേച്ചിയാണ്, ജയ ചേച്ചി എന്ന പേര്, KK നായരുടെ വൈഫാണ്. അപ്പോൾ ചേച്ചി ഇപ്പം എൻ്റെ മുത്താണ്. അപ്പോൾ എന്നെ വിളിച്ചില്ലെങ്കിൽ എന്നെ എന്താ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് കുറേ അമ്മമാരും ചേച്ചിമാരും. അപ്പം ഞാൻ നേരെ അടുക്കളയിൽ ചെന്ന് എന്ത് ചെയ്യാം. അപ്പം എൻ്റെ ഒരു ഡിഷുണ്ട്, തേക്കില വെച്ചിട്ട് തേക്കില സോട്ട് ചെയ്ത് തേക്കില സോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു റെഡിഷ് ഗ്രേവി ഔട്ടാവും. ഭയങ്കര ഡെലീഷ്യസ് ഡിഷാണ്. പിന്നെ കുറച്ച് ഹേർബ്സ് വെച്ചിട്ട് ഞാൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കും, തേക്കിലയിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കും. അപ്പം ഇത് വൈദ്യരുടെ ഒരു മസാലക്കൂട്ടുമുണ്ട്, ഹേർബ്സ് വെച്ചിട്ടുണ്ട്. അപ്പം പണ്ട് കോഴിത്തൈലമൊക്കെ ചെയ്യുന്ന സമയത്ത് അവിച്ചൂറ്റുന്നൊക്കെ പറയും ഞങ്ങൾ. ഈ അവിച്ചൂറ്റിയത് കാരണം ഈ കോഴിത്തൈലത്തിന് വേണ്ടി കോഴിയുടെ നെയ്യൊക്കെ എടുക്കും. അപ്പം ആക്ച്വലി ആയുർവേദം ഒരു വെജിറ്റേറിയൻ അല്ല, അതറിയാം. ആട്ടിലേഹ്യത്തിൽ ആടുണ്ട്, കോഴിത്തൈലത്തിൽ കോഴിയുണ്ട്. ഇതൊരു നമ്മളെ ചിന്തയിലാണത് വെജിറ്റേറിയൻ. അപ്പോൾ ഞാൻ വിചാരിച്ച് തേക്കലയിൽ ചിക്കൻ റോസ്റ്റ് അടിക്കാം, എന്നിട്ട് ഒരു ചിരട്ട വെച്ച് ഗാർണിഷ് ചെയ്ത് ആ ചിരട്ടയുടെ ഒരു സ്മോക്ഡ് ഫ്ലേവറും കൂടെ വെച്ചിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ മനസ്സിൽ വിചാരിച്ചു.
ആക്ച്വലി പറഞ്ഞു. എന്നിട്ട് ഞാൻ കുക്ക് ചെയ്തു, പ്രിപ്പയർ ചെയ്തു, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തു. അപ്പം ജയചേച്ചി ഇരിപ്പുണ്ട്, KK സാർ ഇരിപ്പണം. KK സാർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ സംസാരിക്കും. ആകെ കൂടി എനിക്ക് തോന്നി കേരളത്തിൽ പുള്ളി 4 സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് എൻ്റെ അടുത്താണ്. എൻ്റെ അടുത്ത് എനിക്ക് എല്ലാ ദിവസവും ഇപ്പോഴും ഇന്നും എനിക്ക് വിഷ് അയക്കും, എന്നെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. എൻ്റെ ഒരു മെൻറ്ററാണ്. ചേച്ചി ഇതൊക്കെ കൊണ്ട് എടുത്ത് കഴിച്ചതും രമ്യയുടെ എക്സ്പ്രഷൻ വന്നു, സൂപ്പറാ എൻ്റെ മോനെ എന്നുള്ളത്. ഇത് പിന്നെ ഭാര്യ പറഞ്ഞാൽ ഭർത്താവിന് പിന്നെ കൊള്ളത്തില്ലാന്ന് പറയാൻ പറ്റും. അങ്ങനെ ഞാൻ ജസ്റ്റ് എസ്കേപ്പ് ആയി. അന്ന് ഞാൻ KK സാറിനെ മറ്റേ കുട്ടിച്ചാത്തനെ കുപ്പിയിലാക്കിയാണ് അങ്ങനെ കയ്യിലെടുത്തു. എടുത്തു. ഓ. അങ്ങനെ KK സാർ എൻ്റെ ഭയങ്കര ഒരു വെൽവിഷറായി മാറി. ഓക്കെ. ചില ഷെഫുമാരായിക്കോട്ടെ ഭയങ്കര അവരുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. ഇപ്പൊ ചേട്ടന്റെ ഇപ്പത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിൽ നിൽക്കുന്നത് എള്ളുണ്ടയാണ്. അപ്പം ചില ആൾക്കാർ അത് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും ഒരു സീക്രട്ട് ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ടാവും, അത് അവർ പറഞ്ഞു തരൂല. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവരെ പോലെ ഉണ്ടാക്കൂല്ലോ എന്നുള്ളത്. ചേട്ടൻ അങ്ങനെയാണോ? അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ചോറ് തന്നെ രമ്യ എപ്പോഴെങ്കിലും ഒരു മീറ്റപ്പ് വിളിച്ചോ, ഒരു 25 വരെ നിങ്ങൾ ലൈഫ് നെറ്റ് TV ഷെഫ് നളന്റെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വിളിക്കണം. 25 നമുക്ക് ഫ്രീ ഫുഡ് കൊടുക്കും, നമുക്ക് ഡിസ്കഷനും ഒക്കെയാണ്. 25 പേർക്കും ഞാൻ ഇലയിൽ ചോറ് വിളമ്പും. അതേ ചോറും അതേ കറിയും എൻ്റെ പാത്രത്തിൽ വിളമ്പും. എന്നിട്ട് ഞാൻ 25 പേർക്കും ഒരു ഉരുള വാരി കൊടുക്കും. ആ 25 പേരും അവരിലയിൽ നിന്ന് തിന്നാൻ നോക്കിയാൽ ആ കോമ്പിനേഷൻ കിട്ടത്തില്ല. സെയിം സാധനമാണേ, സെയിം സാധനം. അപ്പം നമ്മളെ കൈ എന്ന് പറയുന്നത് അഗ്നി, ആകാശ്, പൃഥ്വി, വായു, ജൽ, 5 എലമെന്റ്സ് ഓഫ് ദ വേൾഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ കൈക്ക് ഒരു പവറുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഐ എം ദ ബെസ്റ്റ്. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അതിനകത്ത് ബ്രൂസിൽ വന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 1000 അടവുകൾ അറിയുന്നവന് എനിക്ക് പേടിയില്ല, ഒരടവ് 1000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നവന് എനിക്ക് പേടിയാണ്. എന്നെ പേടിക്കണം. നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ എത്രത്തോളം ക്ലെൻസ് ചെയ്യുന്നു അത്രത്തോളം ലൈഫിനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണും. ഇപ്പം നമ്മൾ തന്നെ ജാതികൾ പറയുന്നു, താഴ്ന്ന ജാതി, മുഴുന്ന ജാതി, മറ്റേ ജാതി. എനിക്ക് എല്ലാ ജാതിയും ബ്രാഹ്മണ ജാതിയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ഇന്ന് പ്രോസസ്സ് ചെയ്യാറുണ്ട്. കലാഭവൻ മണിയുടെ പാട്ടുകളാണ് NRIകൾ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. പുള്ളി കറുപ്പാണ്, പുള്ളി നാട്ടുകാർ പറയുന്നത് താഴ്ന്ന ജാതികളുള്ള അങ്ങനെയുള്ള ഒന്നുമല്ല. പുള്ളി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജാതിയായിരുന്നു, സ്കിൽഡ് ജാതി എന്ന് പറയും. ആ സ്കിൽഡ് ജാതിയിലുള്ള എല്ലാവരെയും ഒന്ന് നോക്കണം, ഭയങ്കര കഴിവുള്ളവരാണ്, ആക്ടിങ്ങിലായാലും ഭയങ്കര ടാലൻറ്റഡ് ആണ്. അപ്പോൾ എവിടെ അവരെ ജാതി താന്നു പോയത്? വല്ലവൻ്റെ മനസ്സിലല്ലേ. എൻ്റെ മനസ്സിൽ ജാസി ഗിഫ്റ്റ്, എൻ്റെ മനസ്സിൽ കലാഭവൻ മണി, അങ്ങനെയുള്ള പലരും എടുക്കാം. ദാസേട്ടൻ്റെ പാട്ട് പോലും UAE പോലത്തെ രാജ്യങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ചെറുപ്പക്കാർ താളം കൊട്ടി പാടാറില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ NRI സുഹൃത്തുക്കളോട് ചോദിച്ചാൽ മതി. പക്ഷേ കലാഭവൻ മണി സഞ്ചരിക്കാത്ത ഗൾഫുകാരന്മാരുടെ ക്യാമ്പുകളും വീടുകളും ഇല്ല. ഇതിൽ ആരാണ് സ്കിൽഡ് ആൻഡ് ടാലൻറ്റഡ്? അപ്പം നമ്മൾക്ക് അയാൾ കറുപ്പാണ്, ഇയാൾ വെളുപ്പാണ്, ഇയാൾ ക്രിസ്ത്യാനിയാണ്, ഇയാൾ മുസ്ലിമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു ബ്യൂട്ടിയാണ്. അപ്പം ഞാൻ ഇന്നും പറയാം, പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവരെ OBC ഇല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇങ്ങനൊക്കെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പം നമ്മളെ വേടൻ പാടുന്നതിനകത്തൊക്കെ പല കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീംലി സ്കിൽഡ് അല്ലേ. എത്ര ബ്രാഹ്മണ പാട്ടുകാരന്മാരെ നമുക്ക് അതേപോലെ അറിയാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാവരും ഒരു ബ്രാഹ്മണനായിരിക്കണം, ബ്രഹ്മം അറിയുന്നവനായിരിക്കണം. അവനവൻ്റെ കാര്യത്തിൽ നീ ബ്രാഹ്മണനാണോ? അതല്ലാണ്ട് വെളുത്ത തൊലിയുണ്ട്, നീളമുള്ള മുടിയുണ്ട്, ഇല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട്, ബെൻസുകാറുണ്ട്, ഒന്നുമല്ല. നമ്മളെ ലൈഫിൽ നമ്മൾ സ്കിൽഡ് ആണെങ്കിൽ നമ്മൾ ബ്രാഹ്മണനാണ്. എൻ്റെ കാഴ്ചപ്പാടാണ്. ഒരേ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഒരു ദിവസം സാധാരണ ആരും ആയിക്കോട്ടെ, ഏത് പ്രൊഫഷണലുള്ളവരായിക്കോട്ടെ, കമ്പൽസറി ആയിട്ട് മാക്സിമം നമ്മൾ ഒരു ദിവസം ഇത് കഴിക്കണത് ദ ബെസ്റ്റ് ആണ്. എങ്ങനെ നമ്മൾ ഒരു കാര്യം ഡെയിലി കഴിക്കണം എന്നുള്ളത് ഒരെണ്ണം, കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഒരെണ്ണം പറയാമോ? ഫുഡിൻ്റെ സയൻസ് എന്ന് പറയുന്നത് ബേസിക്കലി പണ്ട് ഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ട്. ഇപ്പം മഹാഭാരതത്തിനാന്ന് തോന്നുന്നു, അതെ, അതിനകത്ത് ബേസിക്കലി ചാപ്റ്റർ നമ്പർ 17 ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, തെറ്റിപ്പോയി ക്ഷമിക്കുക, വേഴ്സസ് 7 or 8 അതിൽ പറയുന്നുണ്ട് നമ്മളുടെ ആഹാര രീതികളെ പറ്റി. നമ്മൾ സാത്വിക്, താമസിക്, രാജസിക്, സാത്വിക്, രാജസിക്, താമസിക്, ഇങ്ങനെ 3 സെഗ്മെൻ്റാണ് ഫുഡ്.
അപ്പോൾ നമ്മൾ കഴിവതും ഒരു 40 വയസ്സൊക്കെ ആവുന്ന സമയത്ത് പെണ്ണുങ്ങൾ എസ്പെഷ്യലി സാത്വിക് ഫുഡിലേക്ക് മൂവ് ചെയ്യുക. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, നിങ്ങൾ തന്നെ സ്റ്റഡി ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങളെപ്പറ്റി റിസർച്ച് ചെയ്യും. രാജസിക് ഫുഡ് എന്ന് പറയുന്നത് പിന്നെയും എടുക്കാം. നിങ്ങൾ തമാസിക് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്ത് കളയുക. അജീർണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭയങ്കര വിവാദമായി. നിങ്ങളിലെ സുന്ദരനെയും സുന്ദരിയെയും ആരോഗ്യവതിയെയും ആരോഗ്യവാനെയും നിങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾ സാത്വിക് ഫുഡിലേക്ക് വരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെയ്ക്കുമ്പളങ്ങ എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് എല്ലാവരും ദൃഷ്ടി ചുറ്റി കളയുക ചെയ്യുന്നത്. എന്തായിരുന്നു അത്? എന്താണ് ആ ദൃഷ്ടി ചുറ്റുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്? അതിനെന്തോ എനർജി ഉണ്ട്, എന്തോ പവർ ഉണ്ടെന്ന് സംസാരിക്കാൻ ശ്രമിച്ചതാണ്. അത് ഒരു ശീലമായി അല്ലെങ്കിൽ ഒരു കൾച്ചറായി കസ്റ്റമായി പോയതാണ്. ആക്ച്വലി ആ നെയ്ക്കുമ്പളങ്ങയ്ക്ക് പറയുന്നതാണ് സംസ്കൃതത്തിൽ കൂഷ്മാണ്ട്, എ ടൈനി ഫോം ഓഫ് എനർജി. എടാ കള്ള കൂഷ്മാണ്ടേ എന്ന് വിളിച്ചിരുന്നത് എ ടൈനി ഫോം ഓഫ് എനർജിയാണ്. അപ്പോൾ ഈ ടൈനി ഫോം ഇത് കട്ട് ചെയ്ത് രാവിലെ ഒരു കഷ്ണം ജിഞ്ചറും ഒരു നുള്ളു സോൾട്ടും അര ലെമണും പിഴിഞ്ഞ് അടിച്ചാൽ നമുക്ക് ബ്ലോട്ടിങ് ഉണ്ടാവില്ല. കിഡു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആഷ്ഗാർഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. പക്ഷെ നമുക്ക് വേണ്ടത് ആ നെയ് കുമ്പളങ്ങയാണ്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. വലിയ വിലയൊന്നുമില്ല, പക്ഷേ കിട്ടാൻ പാടാണ്. കേരളത്തിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും ഒക്കെ പിടിക്കാറുണ്ട്. വീടുകളിൽ കൃഷിയാണ്. ഇത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഞാൻ സാത്വിക്കിൻ്റെ കാര്യമാണ് പറഞ്ഞു. അതേ കണക്ക് നിങ്ങൾക്ക് വഴിയിലൊക്കെ കിട്ടും നൊങ്ക എന്ന് പറയുന്ന സാധനം. ഈ പനയുടെ നിങ്ങൾ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക് എടുത്തിട്ട് ഒരു 4 നൊങ്ക അടിച്ച് അല്ലെങ്കിൽ പച്ചയ്ക്കും തിന്നാം. നിങ്ങൾക്ക് കുടൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊരു ഭയങ്കര ശമനമാണത്. 100 രൂപയുള്ളൂ. അടിപൊളി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഭയങ്കര തിക്കായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ലേശം ശർക്കരപ്പൊടി യൂസ് ചെയ്യാം വേണമെങ്കിൽ. അതല്ലാതെ നല്ല തിക്കായി നല്ല രാവിലെ കുടിക്കുമ്പം ഭയങ്കര ഫീലാണ്. ഇങ്ങനെ നമ്മളുടെ മുറ്റത്ത് കിട്ടുന്ന സാധനങ്ങൾ കഴിവ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബീട്രൂട്ട് ജ്യൂസിൻ്റെ ഒരു റെസിപ്പി കൊടുത്താൽ അതേപോലെയാണ് ഈ നെയ്ക്കുമ്പളങ്ങ. നിങ്ങൾക്ക് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഡ്രിങ്കാണ്. പിന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം. ഒരു സ്ത്രീയുടെ ലൈഫ് ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ യൂട്രസ്സാണ്. നിങ്ങളുടെ യൂട്രസിനെ എത്രത്തോളം ഹെൽത്തി ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുവോ അത്രത്തോളം കിടുവായിരിക്കും നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യം. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് പല പ്രശ്നങ്ങൾ, നിങ്ങൾ ഹോർമോണൽ ഇൻബാലൻസ്, ഇതെല്ലാം നിങ്ങളെ യൂട്രസുമായിട്ട് സംബന്ധപ്പെട്ടിട്ട്. ഡു യു ഹാവ് എ ക്ലെൻസ്ഡ് യൂട്രസ്? ഇത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവണം, ഒരു ഫുഡ് പ്ലാൻ ഉണ്ടാവണം. ഡയറ്റ് ഒന്നും വിളിക്കാൻ പാടില്ല. ഈ ഫുഡ് പ്ലാനിൽ ഒന്നാണ് പൈനാപ്പിൾ. നിങ്ങളെ യൂട്രസ് ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈത്തപ്പഴം നിങ്ങളെ യൂട്രസ് ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട്, ഇല്ലെങ്കിൽ ഡോക്ടർ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചോദിച്ചിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ന്യൂട്രീഷ്യൻസുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ തരുന്നൊരു ഗൈഡൻസ്. നിങ്ങളെ യൂട്രസ് ആ പീരിയഡ്സ് ടൈമിലെല്ലാം നിങ്ങൾ അനുഭവിക്കാതെ, എൻ്റെ പെങ്ങന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് അനുഭവിക്കുക. കാരണം ഞാൻ പലരും കിടന്ന് അനുഭവിക്കുക അല്ലേ. ഒരാളെ വേദനയിൽ നമുക്ക് എന്താ നമ്മളെ സന്തോഷമുള്ളത്? നമ്മളൊരു സഹോദരി ഒരു സുഹൃത്തിനെ കാണുമ്പോൾ അവളെപ്പോഴും ഹാപ്പി. അവരുടെ ഹെയർ അടിപൊളിയാവും, അവരുടെ സ്കിൻ അടിപൊളിയാവും. കാരണം അത് മാത്രവുമല്ല, 6 മാസം കൂടുമ്പം ഒന്ന് വിരയിളക്കും, ഡിവോം ചെയ്യും. മാസം പറ്റുമെങ്കിൽ ഒന്ന് വയറിളക്കും. എല്ലാ ഡോക്ടേഴ്സും ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ തോണ്ടിയാൽ കാണാം, ഗട്ട് എന്നാ പറയുന്നത്. ഇത് തന്നെ അല്ലായിരുന്നോ ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞത്? ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഞാൻ സൂഡോ സയൻസ് അങ്ങനെയുള്ള സംസാരമൊക്കെ. എൻ്റെ പൊന്ന് മക്കളെ, വയറ്റി ഭാഗ്യം ഉണ്ടെങ്കിൽ പണ്ട് പറ ഒരു നേരത്തെ വയറ് അല്ലേ, ഒരു നേരത്തെ വയറിനാണ് ജീവിക്കുന്നതെന്ന് പറയും. ഒരു നേരത്തെ വയറിനാ ജീവിക്കുന്നത്. വയറിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഇന്ന് ആരാ വയറിനെ നോക്കുന്നത്? ഈ വാട്ടവെള്ളവും ഈ വഴി കിട്ടുന്ന സാധനങ്ങളും ഒന്നും ഏത് എണ്ണയിലാണെന്നോ എങ്ങനെയാ കുക്ക് ചെയ്യുന്നതെന്ന് പോലും അറിയാണ്ട് ചുമ്മാ ഒരു 100 രൂപയ്ക്ക് പലരും ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് കഴിക്കാൻ 100 രൂപ മതി. ആരാ? മാജിക് മുതുകാടോ? 100 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കാൻ? ഒന്ന് ചുമ്മാ ഇരുന്ന് ആലോചിച്ച് നോക്കി. രമ്യ തുടങ്ങിയ ഒരു 100 ഗ്രാം ചിക്കൻ്റെ പീസും വെച്ച് നല്ല നെയ്യിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് ഒരു കോഴിമുട്ടയും വെച്ച് ചുമ്മാ ചിന്തിച്ച് നോക്ക്, 100 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കാൻ പറ്റുമോ? പിന്നെ മുതുകാട് ബ്രാഞ്ചസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് പറ്റത്തില്ല. അപ്പം പതുക്കെ തിന്നാൽ പനയും തിന്നാന്നല്ലേ, അങ്ങനല്ലേ? ശരിയല്ലേ? പയ്യെ തിന്നാൽ പനയും തിന്നാം.
നമ്മൾ പതുക്കെ സ്ലോ കുക്കിംഗ് ഫുഡ് കഴിച്ചാൽ സ്ലോ മോഷനിലേക്ക് പെട്ടിയിലേക്ക് എത്താം. ഫാസ്റ്റ് കുക്കിംഗ് ഫുഡ് കഴിച്ചാൽ എത്രയും പെട്ടെന്ന് പെട്ടിയിലേക്ക് പെട്ടിക്ക്. പോവാ. അപ്പൊ നിങ്ങളെ ഷെൽഫ് ലൈഫ് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾ നിങ്ങൾ തീരുമാനിച്ചോ? തീരുമാനിക്കുക. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഉണ്ടാവും. എന്തായാലും ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ ഇത്രയ്ക്കും നല്ല രീതിയിൽ ഓരോന്നും പ്ലാൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ആ. അതിനെക്കാട്ടിലും സൂപ്പർ ആയിട്ട് ഇതെല്ലാം നടക്കട്ടെ. ബാക്ക് ടു ബാക്ക് എല്ലാ ഷോസും എല്ലാ ഇവന്റ്സും എല്ലാ പ്രോഗ്രാമും ആ. സൂപ്പർ ഡ്യൂപ്പർ ആവട്ടെ. ചേട്ടന്റെ ഭക്ഷണം പോലെ തന്നെ എല്ലാം അത്ര രുചിയേറിയ രീതിയിൽ എല്ലാം നന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് രമ്യയും ഫാമിലിയും ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വരണം. തീർച്ചയായും. കഴിച്ചിട്ടുണ്ട്, രമ്യ ഒന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഫാമിലി ആയിട്ട് Yes, വരാം. പാട്ടുകാരനും ഒക്കെ ആയിട്ട് വരണം. തീർച്ചയായിട്ടും വരാം ചേട്ടാ. തീർച്ചയായിട്ടും Thank you ഞങ്ങൾ so much. കോട്ടയത്തേക്ക് Thank you. വരും. Thank you. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.